119 സങ്കീർത്തനം അതിൻ്റെ 105 തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാണ്. ദൈവവചനത്തിൻ്റെ പ്രകാശം നിറഞ്ഞ പാതയിലൂടെ പാദത്തിന് വിളക്കായി ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് മുന്നേറുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവവചനം നമുക്ക് പങ്കുവെച്ച് തരുന്നത് ഫാദർ പോൾ വടക്കംമുറി CMI വൈദികനാണ്. അതിന് മരിയൻ വചനതീരം എന്ന ധ്യാന കേന്ദ്രം, അത് കുമരകമാണ്, അതിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പോളച്ചൻ. നമുക്ക് 2 കരങ്ങളും അടിച്ച് വലിയ സ്നേഹത്തോടെ അച്ഛനെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്കൊരിക്കൽ കൂടി നമ്മുടെ വലതുകരം നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായി ഈ സമയം നമ്മളിൽ വെളിപ്പെടുവാൻ, ലോകം മുഴുവനിലും കർത്താവിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ സമയം ഈ തിരുവചന ശുശ്രൂഷയിൽ ശാലോം നൈറ്റ് വിജിലിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും കർത്താവിൻ്റെ സ്നേഹ സാമീപ്യം, അരികിൽ വന്നു നിൽക്കുന്ന ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം, ഉത്തര സാന്നിധ്യം വെളിപ്പെടുവാൻ, എല്ലാവരുടെയും ജീവിതങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് എല്ലാവരും ദാഹത്തോടെ ഉള്ളിൽ ഈശോയുടെ നാമത്തെ സ്തുതിക്കട്ടെ, ഹൃദയത്തിൽ സ്തുതിക്കട്ടെ. ഈശോ എന്ന പരിശുദ്ധ നാമത്തെ ഹൃദയത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും അരികിലായിരിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരുവചന ശുശ്രൂഷയുടെ അനുഗ്രഹദായകമായ നിമിഷങ്ങളിൽ വെളിപ്പെടണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ ശക്തി മഹത്വം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളോടൊപ്പം ഈ സമയം ലോകത്തിൻ്റെ നാനാദിക്കുകളിലിരുന്ന കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന ശാലോം നൈറ്റ് വിജിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയാൻ, ഈശോയുടെ സാന്നിധ്യം കൊണ്ട് നിറയാൻ നമ്മളെല്ലാവരും ദാഹത്തോടെ ആഗ്രഹിക്കട്ടെ. ഹൃദയത്തിൽ ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തെ സൂക്ഷിച്ചുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈശോയുടെ പരിശുദ്ധ നാമം ഒന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് ഈശോയെ 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 ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ ഈശോയെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഈശോ നമുക്ക് ഭവനം വാഗ്ദാനം തന്നവനാണ്. സ്ഥലം ഒരുക്കുവാനായി നമുക്ക് മുമ്പേ നമുക്കായി പോയവനാണ്. പിതാവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നമ്മളെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കായി ഇടം ഒരുക്കുന്നവനാണ് നമ്മുടെ അപ്പൻ. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആ വലിയ ബോധ്യം നമ്മുടെ ആത്മാവിൽ ആഴത്തിൽ പതിയണം. നമുക്കായി നമ്മുടെ നാഥൻ ഈശോ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഭവനം നിലനിൽക്കുന്ന ഭവനം അല്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മനോഹരമായ കാറ് നമ്മുടെ കാറ് അല്ല. നമ്മൾ നമ്മുടേതെന്ന് വിചാരിക്കുന്ന ഡിഗ്രികൾ, നമ്മളിരിക്കുന്ന കസേരകൾ, നമ്മളുണ്ടെന്ന് വിചാരിക്കുന്ന നമ്മുടെ ആസ്തികൾ നമ്മുടേതല്ല. ഒരിക്കൽ നമ്മൾ അത് വിട്ടിട്ട് നമ്മുടെ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിശുദ്ധ ഭവനത്തിലേക്ക് മടങ്ങേണ്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ തിരിച്ചറിവിൻ്റെ തിരുവട്ടത്തിലേക്ക് ജീവിതത്തെ പറിച്ചു നടാതെ ശാശ്വതമായ സന്തോഷം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാവുകയില്ല. ആ തിരിച്ചറിവ് ഈ രാത്രിയിൽ കർത്താവ് പ്രദാനം ചെയ്യുവാൻ, അതിന് വെറുതെ അറിവായിട്ടല്ലാതെ അനുഭവമായി ആത്മാവിൽ കാത്തു സൂക്ഷിച്ച് അനുഭവമായി ജീവിതത്തിൽ എന്ന് നിലനിർത്തി ജീവിക്കാനുള്ള ശക്തി ആഗ്രഹിച്ചുകൊണ്ട്
എല്ലാ മക്കളും ഒരിക്കൽ കൂടി ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. ഈശോ, ഈശോയെ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അപ്പസ്തോലിക സഭ അതിൻ്റെ ആരംഭം മുതൽ സഭയുടെ വിശ്വാസത്തെ അടിത്തറ കെട്ടിയിരിക്കുന്നത് ഈ ഒരു ബോധ്യത്തിലാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന ഭവനങ്ങൾ ഇല്ല, നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരങ്ങളില്ല. പ്രിയപ്പെട്ടവർ, ഈ തിരിച്ചറിവ് അപ്പസ്തോല സഭ സൂക്ഷിച്ചതിൻ്റെ കാരണം കർത്താവായ മിശിഹ ഇത് വ്യക്തമായി അപ്പസ്തോലന്മാരെ, തൻ്റെ ശിഷ്യഗണങ്ങളെ നിരന്തരം ഓർമ്മിപ്പിച്ചു. നമുക്കറിയാം ഈശോയുടെ മനുഷ്യാവതാരം എന്തിനു വേണ്ടിയായിരുന്നു? ഈശോയുടെ മനുഷ്യാവതാരം എന്തിനായിരുന്നു? ഈ ഭൂമിയിൽ നമുക്ക് വീട് വെച്ച് തരാൻ വേണ്ടി മാത്രമായിരുന്നോ? നമുക്ക് കുഞ്ഞുങ്ങളെ തരാൻ വേണ്ടിയായിരുന്നോ? നമുക്ക് വിചാരിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒരുക്കി തരാൻ വേണ്ടി മാത്രമായിരുന്നോ? എന്തിനു വേണ്ടിയാണ്? സ്വർഗം വിട്ടിട്ട് ദൈവം തമ്പുരാൻ ഇത്രമാത്രം വില കൊടുത്ത് വേദനിച്ച് സങ്കടപ്പെട്ട് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് മനുഷ്യാവതാരമാണെന്ന് സഭാപിതാക്കന്മാർ പറയുന്നു. കാരണം അതിനായിട്ട് ദൈവത്തിന് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. ദൈവം മനുഷ്യനായി. അത് വലിയ രഹസ്യമാണ്. ആ രഹസ്യം നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം ഉന്നതമായ രഹസ്യവും ദൈവികമായ ചിന്തയിൽ ധ്യാനിച്ചാൽ അത് വല്ലാത്ത ശൂന്യതയുമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്രമാത്രം കടുത്ത ശൂന്യതയിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയാ? ദൈവം മനുഷ്യനായത് എന്തിനാ? സ്വർഗത്തിൽ കഴിഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് ദൈവം മനുഷ്യനായത്? ആ ആത്മീയതയെക്കുറിച്ച് ബോധ്യം കിട്ടിയില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശൂന്യമായി പോകും, നമ്മുടെ വിശ്വാസം പാഴായി പോകും. നമ്മുടെ തീർത്ഥാടനങ്ങൾ, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, നമ്മുടെ നൈറ്റ് വിജിലുകൾക്ക് അർത്ഥമില്ലാതെ പോകും. എന്തിനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് ദൈവപുത്രനായി മനുഷ്യാവതാരം ചെയ്ത് ഇറങ്ങി വന്നത്? എന്തിനാ? സ്വർഗത്തിൽ വിഷമം വന്നിട്ടാണോ? ആണോ? സ്വർഗത്തിലിരുന്ന് ബോറടിച്ചു, അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവരും ഒരു ആഘോഷത്തോടെ കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി വന്നാണോ? ഒരു പ്രഭുകുമാരൻ ഇറങ്ങി വരുന്നത് പോലെ ഞാൻ സൃഷ്ടിച്ചവർക്കൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഗമയ്ക്ക് വന്നതാണോ? ഗമ വല്ലാതെ കുറച്ചിട്ട് പരിമിതിയുടെ അപ്പത്തിൻ്റെ നാട്ടിൽ ബെത്ലഹേമിൽ സ്ഥലമെല്ലാം നിഷേധിക്കപ്പെട്ടവനായി കന്നുകാലികളുടെ ഇടയിൽ അവൻ വന്ന് പിറന്നത് എന്തിനു വേണ്ടിയാ? അത്രമാത്രം വില എൻ്റെ ദൈവം തന്നത് എന്തിനാ? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനായത്? ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഭൂമിയിലൂടെ ആരാലും അറിയപ്പെടാതെ 30 വർഷം രഹസ്യമായി ഒരു പാപപ്പെട്ട അമ്മയുടെയും ഒരു പാപപ്പെട്ട അപ്പൻ്റെയും വീട്ടിൽ വിധേയത്വമുള്ളൊരു മകനായി ഒതുങ്ങിക്കഴിഞ്ഞതിനു വേണ്ടിയാ? 3 വർഷക്കാലം പരിമിതിയുടെ നാട്ടിൽ വീണ്ടും പരിമിതിയുടെ ചൂടിലൂടെ, ഇല്ലായ്മയിലൂടെ, നിന്ദയിലൂടെ, പരിഹാസത്തിലൂടെ, ഒത്തിരി ഒറ്റപ്പെടലിലൂടെ അവൻ നടന്നു നീങ്ങിയതും പീഡ സഹിച്ചതും തുപ്പൽ അനുഭവങ്ങളിലൂടെ, അപമാന അപഹേളന അനുഭവങ്ങളിലൂടെ, അവസാനം കുരിശിലൂടെ അങ്ങനെ ജീവിതം പൂർത്തീകരിച്ച് ദൗത്യത്തിൻ്റെ പൂർത്തീകരണം മനോഹരമായി കാൽവരിയിൽ പൂർത്തിയാക്കിയത് എന്തിനാ? സ്വർഗം നഷ്ടപ്പെട്ട മക്കളെ തേടിയിറങ്ങിയ അപ്പൻ്റെ ഏറ്റവും വലിയ സ്നേഹമാണിതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട, ഇത്രമാത്രം വില നൽകി സ്വർഗം എന്നെ വിലമതിച്ചെങ്കിൽ നമ്മൾ മക്കള് സ്വർഗത്തെ ധ്യാനിക്കാതെ ജീവിച്ചാൽ അതിൽ പരം നഷ്ടം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഉണ്ടാകാനില്ല. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന, തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളായ നമ്മളെല്ലാവരും ഒന്നിച്ചേറ്റു പറയണം, ഞങ്ങൾ തേടുന്നത്, ഞങ്ങൾ നോക്കുന്നത് ഉന്നതത്തിലേക്കാണ്. അപ്പസ്തോല സഭ ഏറ്റുപറഞ്ഞ ഒരു പരമമായ രഹസ്യത്തെ വലതുകര ഉയർത്തിയെന്ന് ഏറ്റുപറയാമോ? അച്ഛൻ ഇപ്പോൾ ഏറ്റുപറയുന്ന വചനം നിങ്ങളെല്ലാവരും ഏറ്റുപറയണം. കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലന്മാർ ഒത്തിരി അടി കൊണ്ടുവന്ന് നമുക്കറിയാം. ഈശോയെക്കുറിച്ച് അവർ പ്രഘോഷിക്കാൻ തുടങ്ങി അന്ന് മുതൽ കിട്ടിയ അടി അവർ പോകുന്ന അന്ന് വരെ തുടർന്നു. അവർ ദാരുണമായി മരിച്ചു.
രക്തസാക്ഷിത്വത്തിൻ്റെ ഓരോ വഴികളിലൂടെ ഓരോ അപ്പസ്തലന്മാരും നടന്നു നീങ്ങി. ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ ആദിമ സഭ മുഴുവൻ ഈ നുറുങ്ങലിലൂടെയാണ് കടന്നുപോയത്. എന്നിട്ടും അവരെന്തേ ഈശോ ഉപേക്ഷിച്ചില്ല? എന്തുകൊണ്ടാണ് ഉപേക്ഷിക്കാഞ്ഞത്? അതറിയണമെങ്കിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് ഓർത്താൽ മതി. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? എസ്തഫാനോസ്, വിശുദ്ധ സ്റ്റീഫൻ. എസ്തഫാനോസ് ഒരു ജനക്കൂട്ടം മൊത്തം ആക്രോശിച്ച് ആരവത്തോടെ അയാളുടെ ജീവൻ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുമ്പം അയാൾ എങ്ങനെ നിന്നത്? അയ്യോ, എന്നെ കൊല്ലല്ലേ ചേട്ടന്മാരെ, അറിയാതെ അതൊക്കെ പറഞ്ഞതല്ലേ, അത് കൊച്ചല്ലേ, ക്ഷമിക്കണം കേട്ടോ എന്നാണോ പറഞ്ഞേ? അങ്ങനെയാണോ? അല്ല. നമുക്കെല്ലാവർക്കും അറിയാം വചനഭാഗം. എസ്തഫാനോസ് നിന്നത് രാജാവിനെ കണക്ക്. കാരണം എന്താ? രാജാവിനെ കണ്ടു. ഏത് രാജാവിനെ? രാജാതി രാജനായ യേശുവിനെ കണ്ട എസ്തഫാനോസിന് മനസ്സിലായി, ഇവിടെ നഷ്ടപ്പെടുത്താൻ എനിക്കൊന്നുമില്ല, ഞാൻ നേടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാനൊന്നും നഷ്ടപ്പെടുത്തുന്നില്ല. എൻ്റെ ജീവൻ എന്തെങ്കിലും വലുതായി ഞാൻ പരിഗണിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ തന്നെ എസ്തഫാനോസ് എന്ന ചെറുപ്പക്കാരൻ ഏറ്റുപറയുകയാണ്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ കർത്താവിനെ കൺമുമ്പിൽ മുഖാഭിമാനം ദർശിക്കാൻ എനിക്ക് ഭാഗ്യമൊരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്ദനം. ആരോട് പറഞ്ഞ നന്ദിയായിരിക്കും ഇത്? ആ കല്ലേറ് മത്സരം നടത്തിയ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സഹനവും വേദനയൊക്കെ തന്ന മനുഷ്യരോട് നമ്മൾ എന്നാ പറയും? ചേച്ചി നന്ദി, ചേട്ടാ താങ്ക്സ് കേട്ടോ. ഇതാണ് എന്നെ സ്വർഗത്തിലേക്ക് നോക്കാൻ സഹായിച്ചത്. ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ കർത്താവിനെ വിളിക്കത്തില്ലായിരുന്നു. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ, നിന്നെ പോലെ ഒരു നന്മയുള്ള ഭാര്യ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈശോയെ വിളിക്കാൻ പറ്റത്തില്ലായിരുന്നടി. നീ കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ പലവട്ടം ഈശോയെ വിളിച്ചു. നമ്മളങ്ങനെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈശോയെ വിളിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സഹായം കൂടുതൽ കൊടുക്കാൻ വെച്ചാ എന്നാണ് എല്ലാവരും സ്വന്തമായിട്ട് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെ സഹായം കൊടുക്കണ്ട, എല്ലാവരും ഈശോയെ വിളിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസ്തഫാനോസ് എന്ന ആദ്യ രക്തസാക്ഷി, അയാൾക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല, കല്ലേറ് അയാൾക്ക് ആഘോഷത്തിൻ്റെ സമയം ആയതുകൊണ്ടല്ല, അയാൾ മറ്റൊരു ദർശനത്തിലായിരുന്നു അയാൾ. എന്തായിരുന്നു ദർശനം? അയാൾക്ക് ദർശനം കാണാൻ പറ്റി. എന്താ ദർശനം? ജീവിതത്തിൽ കർത്താവിനെ കിട്ടിയ ആ മനുഷ്യന്, ദൈവത്തിൻ്റെ ആത്മാവിനെ അവകാശമായിട്ട് കിട്ടിയ മനുഷ്യന് ദർശനം കിട്ടി. പണ്ട് സന്യാസ ഭവനം ചാവറയച്ചൻ മാന്നാനത്ത് തുടങ്ങിയപ്പം ആ സന്യാസ ഭവനത്തിനിട്ട ഒരു പേര് പല പേരിട്ട് കേട്ടോ. നിങ്ങൾ പിന്നെ വേറെ വിളിപ്പേരുകൾ വിളിക്കുന്നുണ്ടാവും. പക്ഷെ ഇട്ട ഒന്നാമത്തെ നല്ല വൃത്തിയുള്ള പേരെന്താണെന്നറിയാവോ? ദർശന വീട്. പറഞ്ഞേ, ദർശന വീട് എന്ന് വെച്ചാൽ എന്താ? ദർശനമുള്ള, ഉന്നത ചിന്തയുള്ള മനുഷ്യരെ ഒരുമിച്ച് പാർക്കുന്ന വിശുദ്ധ കൂടാരം, ബേസ് റൗമ, ഉയർന്ന ഭവനം. പ്രിയപ്പെട്ടവരെ, എസ്തഫാനോസിന് വലിയ ദർശനം കിട്ടി. ഈശോയെ കിട്ടിയപ്പം എന്താ കിട്ടിയത്? ദർശനം ഇതാണ്: ഞാൻ ഈ മണ്ണിൻ്റെതല്ല, ഞാൻ വിണ്ണിൻ്റെതാണ്, ഞാൻ സ്വർഗത്തിൻ്റെതാണ്. ഈ ദർശനം ഉണ്ടോ? അതോ ഇവിടെ അടുത്ത വർഷം നൈറ്റ് വിജിലിന് വരുമ്പം അച്ഛാ ഞങ്ങൾക്കൊരു വീട്, അത് മോശമാണെന്നല്ല പ്രിയപ്പെട്ടവരെ, ആ വീട് മാത്രം വെക്കുന്നതിനെ കുറിച്ചുള്ള ദർശനം പോരാ. ആ വീടും പ്രളയത്തിൽ ഒഴുകി, അല്ല അത് വേണ്ട. ആ വീടിനൊക്കെ എന്തുമാത്രം നിലനിൽപ്പുണ്ടെന്ന് നമ്മൾ കണ്ടതാ. അതിനൊന്നും നീണ്ട കാലത്തെ വാസയോഗ്യമായ ഇടമാക്കി മാറ്റാനുള്ള ശക്തി ഇല്ല. എത്രയോ പ്രിയപ്പെട്ടവരെ അച്ഛൻ അറിയാം, വീട് എന്ന മനോഹരമായ സ്വപ്നത്തിൻ്റെ പിന്നാലെ ജീവിതം മൊത്തം സമർപ്പിച്ചിട്ട് വീട്ടിൽ കയറാറാവുമ്പോഴത്തേക്ക് ദൈവമേ എന്തെല്ലാം അവസ്ഥകളാണ്. ഇങ്ങനൊരു വീട് പണിത് അതോടെ എൻ്റെ സമാധാനം പോയി അച്ഛാന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നില്ല എന്ന് മനസ്സിലാവുകയാണ്. വീടായിരുന്നു ഒരു സ്വപ്നം. വീടിന് വേണ്ടി കയ്യെ കിടന്നതും ചെവിയെ കിടന്നതും കഴുത്തെ കിടന്നതും പിന്നെ ഇവിടുന്ന് എല്ലാം മേടിച്ച് കൂട്ടി എല്ലാം വിറ്റ് പെറുക്കി നല്ല വീട് വെച്ചു. അകത്ത് കയറി പിന്നെ ആ പ്രതിസന്ധി, ഫോണ്.
എല്ലാവരും ഫോൺ വിളിക്കുക, സുഖമാണോ പുതിയ വീട്ടിലെന്ന്. അതല്ല, അതോടെ ആശങ്കയായി ആകുലതയായി വീടിൻ്റെ ആ മനോഹാരിത അനുഭവിക്കാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയുടെ വീട് മാത്രം നോക്കി ജീവിക്കുന്നവർക്ക് ആശ്വാസവും അനുഗ്രഹവും തരാൻ ഈ വീടിന് കഴിവില്ല എന്ന് കുറേ വർഷങ്ങളായി വീട്ടിൽ പാർക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്ന് അറിയാം. നമ്മൾ വിചാരിച്ചു കൂട്ടുകയാണ് ഈ വീടിൻ്റെതാണ് കുഴപ്പം, അതുകൊണ്ട് ഇതൊന്ന് പുതുക്കി പണിതാൽ പ്രശ്നം മാറുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, പക്ഷേ പുതിയ വീട് പണിതവർക്കറിയാം പുതിയ വീട് കൊണ്ട് പ്രശ്നം പരിഹൃതമാകുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അന്ന് സ്തെഫാനോസിന് കിട്ടിയ വെട്ടം, ദർശനം എന്തായിരുന്നു? അയാള് പീഡകർ ഒരുമിച്ച് കൂടി അയാളുടെ നേരെ ചീറി എടുക്കുമ്പം അവരുടെ മുഖത്തേക്ക് നോക്കാതെ അയാൾ എങ്ങോട്ടേക്ക് നോക്കി? അയാൾ ഇങ്ങനെ നോക്കി. ആളിങ്ങനെ നോക്കിയപ്പം വേറെ ഒരാൾ ഇങ്ങനെ നോക്കുന്നു. അതാരാണ്? അതാണ് ഈശോ. നമ്മൾ ഉയരങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ആരുടെ നോട്ടം കിട്ടും? ഈശോയുടെ നോട്ടം കിട്ടും. നോക്കണം. നമ്മളിങ്ങനെ കൂനി നോക്കി നോക്കി. പണ്ട് ഇങ്ങനെ ഒരു കഥ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, കൊച്ചു പയ്യൻ, അവനിങ്ങനെ ഒരിക്കൽ നടന്നപ്പം അവനിങ്ങനെ നടന്ന വഴിയിൽ ഒരു 10 രൂപ കിടക്കുന്ന കണ്ടു. സാധാരണഗതിയിൽ അങ്ങനെയൊന്നും കിടക്കേണ്ടതല്ല. അവൻ അങ്ങനെ എന്താണെന്നും കണ്ടു. അവൻ 10 രൂപ എടുത്തു. വീണ്ടും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ആഘോഷമായിട്ട് അങ്ങനെ തന്നെ നോക്കി നടന്നപ്പം അവനൊരു 5 രൂപയുടെ തുട്ട് കിട്ടി. അവൻ ആവേശമായി, ഇനി മേലിൽ ഞാൻ മുകളിലോട്ട് നോക്കി നടക്കത്തില്ല എന്ന് തീരുമാനം എടുത്തിട്ട് അവൻ ഇങ്ങനെ നോക്കി നടക്കാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കിട്ടിയ സമ്മാനം എന്താണെന്നറിയാമോ? നല്ല മനോഹരമായൊരു കൂനും പിന്നെ കുറേ ആക്രി സാധനങ്ങളും കിട്ടി. കുറേ കാലമായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നടന്നാൽ, താഴേക്ക് നോക്കി നടന്നാൽ കിട്ടുന്നത് കുറേ കഴിയുമ്പം ആന്തരിക ജീവിതത്തിൻ്റെ ശുഷ്കത, ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി ചോർന്ന അവസ്ഥ, ഒന്നും ഗുണം വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടം, പിന്നെ ഒരു കൂന്. അത് പല വിധത്തിലാകാം. പക്ഷെ ഉന്നതത്തിലേക്ക് നോക്കിയാൽ, ആവർത്തിച്ച് നോക്കിയാൽ അവിടെ ആരെ കാണാൻ പറ്റും? അവിടെ ഈശോയെ കാണാൻ പറ്റും. ഈശോ വരച്ചു തരുന്ന ജീവിത നിയോഗങ്ങളെ കുറിച്ചുള്ള വെട്ടം നിനക്ക് കിട്ടും. ആ ബോധ്യത്തിന്റെ തിരിവെട്ടത്തില് ജീവിതത്തിന് അർത്ഥം തേടുന്ന വിധത്തിൽ ജീവിക്കാനുള്ള ശക്തി ഈശോ നമുക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെ മനോഹരമായിട്ട് വ്യാഖ്യാനിച്ചു തരുന്ന വിശുദ്ധര്, അവർ വഴി നടന്ന പാത നമ്മൾ സ്വന്തമാക്കണം. ഈ നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി വലതുകരം ഉയർത്തുകയും നമ്മളൊരു തീരുമാനം എടുക്കണം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് നമ്മളെങ്കിൽ ഞാനും ഒരിക്കൽ ഒരു വിശുദ്ധനാകും, വിശുദ്ധയാകുമെന്ന്. എൻ്റെ നോട്ടം, ഞാൻ താഴെ നിന്ന് ആക്രി സാധനങ്ങൾ പെറുക്കാൻ ഞാൻ ഇനി നോക്കുന്നില്ല. ഞാൻ ഉയരങ്ങളിലേക്ക് നോക്കുന്നു. ഞാൻ ദർശനം ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവിനെ നോക്കിയാൽ എനിക്ക് അവിടുത്തെ മുഖദർശനം കിട്ടും. അവിടുത്തെ മുഖകാന്തി അനുഭവിക്കാൻ പറ്റും. അവിടുത്തെ അഭിഷേകം എനിക്ക് കിട്ടും. അവിടുത്തെ സാന്നിധ്യം എനിക്ക് കിട്ടും. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചേ, ഉയരങ്ങളിലേക്ക് നോക്കി ഈശോയെ അനുഭവിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തോടൊപ്പം 40 ദിനരാത്രങ്ങളിൽ മലമുകളിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഇരുന്നു. മോശ തിരിച്ചിറങ്ങിയപ്പം എന്ത് കാണുക? മോശയുടെ മുഖം മാറി. മോശയുടെ മുഖം കരുവാളിച്ചിരിക്കുന്നു. ആണോ? അല്ല. മോശയുടെ മുഖം ധവളമായി, പ്രകാശവർണ്ണമായി. ദൈവസാന്നിധ്യം വന്ന് അടിച്ച മോശ മൊത്തം മാറി. നിങ്ങൾക്കറിയാമോ, എബിപ്രാസ്യാമ്മയെ കേട്ടിട്ടുണ്ടോ? എബിപ്രാസ്യാമ്മ ആരെന്ന്? വിശുദ്ധ എബിപ്രാസ്യാമ്മ. വിശുദ്ധ എബിപ്രാസ്യാമ്മ എങ്ങനെ വിശുദ്ധ എബിപ്രാസ്യാമ്മ ആയത്? അവളെക്കുറിച്ച് ആ കാലം വിളിച്ചിരുന്ന മനോഹരമായൊരു പേര് ചലിക്കുന്ന സക്രാരി. എന്തായിരുന്നു വിളിച്ചത്? ചലിക്കുന്ന സക്രാരി. എങ്ങനെയാണ് എബിപ്രാസ്യ എന്ന ഒരു പാവപ്പെട്ട സിസ്റ്റർ ചലിക്കുന്ന സക്രാരിയായിട്ട് മാറിയത് അറിയോ? സക്രാരി എടുത്തുകൊണ്ട് ഇടയ്ക്കൊക്കെ അവൾ നടക്കുമായിരുന്നു. അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല. അതെങ്ങനെയാ? അവള് ദിനരാത്രങ്ങൾ ദൈവമക്കളുടെ കണ്ണുനീരും വേദനയും ചങ്കിൽ വഹിച്ചിട്ട്
അവളിങ്ങനെ കണ്ണോട് കണ്ണ് ഈശോയെ നോക്കി, ദിവ്യകാരുണ്യനാഥനെ നോക്കി, ആത്മമണവാളനെ നോക്കി, അങ്ങനെ നിരന്തരം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം അവൾ നടക്കുമ്പോൾ ആര് നടക്കുന്ന പോലെ തോന്നുവാണ്? ആര് നടക്കുന്ന പോലെ തോന്നുക? ആ ഈശോ നടക്കുന്നത് പോലെ തോന്നുന്നു. അവളുടെ വാക്കുകൾക്ക് എന്തൊക്കെയോ വ്യത്യാസം. ഇന്നലെ എടാ പോടാ മാറടാ എന്നൊക്കെ പറഞ്ഞ ആള് നമ്മൾ മാറാനുള്ള കാര്യം കേട്ടോ പറഞ്ഞേ. പ്രശ്നം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മാറും കേട്ടോ. നമ്മൾ മാറണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുപോലും ഇല്ല. മാറണമെന്നുണ്ടോ? ഞങ്ങൾ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് ഇരുന്നോളാം, അതൊന്നും മാറ്റമാവത്തില്ല. എന്താണ് മാറ്റം? മാറ്റം നമുക്ക് തനിയെ പറ്റുന്ന കാര്യമല്ല. മാറണമെങ്കിൽ ആര് മാറ്റണം? ഈശോ മാറ്റണം. എവിപ്രാസ്യാമ്മ മാറിയത് എങ്ങനെയാ? എവിപ്രാസ്യാമ്മയുടെ രൂപം, എവിപ്രാസ്യാമ്മയുടെ ഭാഷ, എവിപ്രാസ്യാമ്മയുടെ സാന്നിധ്യം എല്ലാം രൂപാന്തരപ്പെട്ടത്, മാറിയത്, അത് മറ്റുള്ളവർക്ക് മനസ്സിലായത് എങ്ങനെയാ? അവള് കണ്ണോട് കണ്ണ് മാറാതെ മറയാതെ ആരെ നോക്കിയിരുന്നു? ഈശോയെ നോക്കിയിരുന്നു. മറ്റെല്ലാത്തിനേക്കാൾ മുകളിൽ ഈശോയ്ക്ക് വില കൊടുത്ത് ഈശോയെ നോക്കിയിരുന്നപ്പം കാലം അവളെ വിളിച്ചു. ചലിക്കുന്ന സക്രാരി ഇന്ന് സഭ അവളെ വിളിക്കുന്നു. വിശുദ്ധ എപ്പിഫ്രാസ്യാമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ജീവിതം മാറണമെങ്കിൽ നമ്മൾ മാറി എഴുതിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം. കർത്താവിനെ കണ്ണോട് കണ്ണ് നോക്കണം. ബലിപീഠത്തിൽ കണ്ണ് നടണം. കർത്താവിൻ്റെ തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കണം. അവിടെ ജീവിതത്തിന് അർത്ഥം തേടിക്കൊണ്ട് നോക്കിയിരുന്നാൽ ജീവിതം മാറും. പ്രശ്നങ്ങൾ പോകുന്നവരും കാണും കേട്ടോ. അമ്പോ അച്ഛനൊരു പ്രത്യാശയും തരുന്നില്ലല്ലോ. അതങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ. സത്യസന്ധമായിരിക്കണ്ടേ വചനപ്രഘോഷണം. ജീവിതം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് പ്രശ്നങ്ങളിലെല്ലാം ഇടപെടും. പക്ഷെ നാളെ വീണ്ടും അടുത്ത പ്രശ്നവും വരും. കാരണം അത് ഈശോ വാഗ്ദാനം തന്നിട്ടുള്ളതാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. പറഞ്ഞേ, ഞെരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല, പറഞ്ഞു തീർന്നില്ല. ഇപ്പോഴേ അങ്ങനെ വിഷമിക്കാതെ ഒന്നുകൂടി പറഞ്ഞേ. അത് തന്നെയോ? അതൊന്നുകൂടെ പറ. എന്ത്? ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. കഴിഞ്ഞോ? ഇല്ല. ബാക്കി പറയാം. നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒന്നിച്ച് പറഞ്ഞാലോ? സന്തോഷമായോ? ദൈവമേ, പീഡയായിട്ട് വന്ന് പീഡാനുഭവമായിട്ട് തിരിച്ചു പോകണം. അങ്ങനെ അല്ല പ്രിയപ്പെട്ടവർ. ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ്റെ ധ്യാന ഭവനത്തിൽ ഒരിക്കല് ഒരു ചേട്ടൻ ഇങ്ങനെ കൂടി കുറേ സങ്കടം പറയാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇങ്ങനെ സങ്കടം പറയാൻ തുടങ്ങിയപ്പോൾ അന്ന് അച്ഛൻ്റെ ആശ്രമത്തിൽ ഒരു പട്ടിയുണ്ട്. ഒന്നല്ല, 2 പട്ടി. ആ പട്ടി ചേട്ടൻ വന്ന സമയം മുതൽ ഇങ്ങനെ ഒരു അർത്ഥമില്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ചേട്ടൻ ഈ സങ്കടമായിട്ട് വന്ന ചേട്ടൻ കുറെ കഴിഞ്ഞപ്പം എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറയാ, ഒരു ഗതിയും പരഗതി ഇല്ലാതെ അച്ഛൻ്റെ അടുത്ത് സങ്കടം പറയാൻ വന്നത്. ഇവിടെ എൻ്റെ സങ്കടം കൂടുക, ആ പട്ടിയോട് നിർത്താൻ പറ. പട്ടിയോട് നിർത്താൻ അച്ഛന് പറഞ്ഞാൽ കേൾക്കുവോ? സങ്കടം കൊണ്ട് പൊള്ളി നിൽക്കുന്ന മനുഷ്യർക്ക് വീണ്ടും അപ്പുറത്തൊന്ന് കുര വന്നാൽ സഹിക്കാൻ പറ്റുമോ? ഞാൻ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആ പട്ടിയെ അഴിച്ചു വിട്ടു. പട്ടി പോയി കേട്ടോ. പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയുടെ സങ്കടങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ നമുക്ക് മുകളിൽ ഒരാളുണ്ട്. ആ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനും നമ്മളെ തളർത്താൻ പറ്റത്തില്ല. ആ ബലം കിട്ടാൻ വേണ്ടിയാണ് അച്ഛൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ആ വചനത്തിൻ്റെ ശക്തിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ജീവിതം അങ്ങനെ തോറ്റുകൊടുക്കാനുള്ള ഒന്നല്ല. കാരണം ജയിച്ച കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ കാൽച്ചുവെട്ടിൽ നിന്ന് മുഴുവൻ മണ്ണ് ഒലിച്ചു പോയാലും വിശ്വസിക്കാൻ പറ്റണം, എൻ്റെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. നോക്കിക്കേ, നമുക്ക് നല്ല പരിചിതനായ, എല്ലാവരും കേട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ പേരാണ് ആരാണ്? സഹനദാസനായ ജോബ്. കേട്ടിട്ടുണ്ടോ? ജോബ്
ഈ ഒരു അനുഗ്രഹം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അത് മനോഹരമായിട്ട് ഒരു ഏറ്റുപറച്ചിലായിട്ട് പറയുന്നത് 19-ാം അധ്യായം അതിൻ്റെ 25 മുതലാണ്. ജീവിത സങ്കടം മാറിയിട്ടൊന്നുമില്ല. സങ്കടത്തിൻ്റെ നടുവിൽ നിന്ന് ചുരണ്ടിക്കൊണ്ട് ഒരാൾ പറയാണ്, സങ്കടം ചുരണ്ടിക്കൊണ്ട്. നമുക്കെല്ലാം പോയി കഴിയുമ്പം ഹല്ലേലൂയ എന്ന് പറയുന്നതല്ല വിശ്വാസം, അതല്ല പ്രത്യാശ. എല്ലാത്തിൻ്റെയും നടുവിൽ നിന്ന് എൻ്റെ കർത്താവ് ജീവിക്കുന്നുവെന്നും എനിക്കായി അവൻ ന്യായം നടത്തി തരുമെന്നും എൻ്റെ ദൈവം എനിക്കൊപ്പം ഉണ്ടെന്നും എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ലെന്നും അത് ഏറ്റു പറഞ്ഞിട്ട് ഹല്ലേലൂയ എന്ന് പറയുമ്പോഴാണ് കർത്താവ് നമ്മളെ നോക്കിയിട്ട് വെൽ ഡൺ ഗേൾ, യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ബോയ് എന്ന് പറയുന്ന എപ്പോഴാ? സങ്കടത്തിൻ്റെ ഒക്കെ നടുവിലും പ്രശ്നകലുഷിതമായ ജീവിത അന്തരീക്ഷത്തിൻ്റെ സമയത്തും എൻ്റെ ദൈവമുണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഈ വീട്ടിൽ ഒന്നും അനങ്ങത്തില്ല എന്ന് പറയാൻ മാത്രമുള്ള തൻ്റെ ഇടം വിശ്വാസി ഉണ്ടോ? അതുണ്ടാകാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത്. അത് വേണോ? അത് വേണമെങ്കിൽ സുവിശേഷത്തെ നമ്മൾ ആഴമായി നിരന്തരം ധ്യാനിക്കണം. വചനത്തിൻ്റെ വെട്ടം നമ്മുടെ ആത്മാവിൽ വന്ന് പതിയണം. ആഴമായ ആത്മീയ വിചാരവുമായി ദർശനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കണം. വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളെ നമ്മൾ പല ആവർത്തി ധ്യാനപൂർവ്വം മനസ്സിലാക്കാൻ ശ്രമിക്കണം. കർത്താവിൻ്റെ സഭയിൽ ഇന്നോളം കർത്താവിൻ്റെ വലിയ വാഗ്ദാനം നിറവേറ്റപ്പെട്ട ജീവിതങ്ങളും അവരുടെ പരിസരങ്ങളും അതെങ്ങനെ കാത്തു സൂക്ഷിച്ചു എന്നൊക്കെയുള്ള തിരിച്ചറിവുകളും നമ്മൾ കണ്ടെത്തണം. അപ്പം പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലേക്ക് വല്ലാത്തൊരു ശക്തി വന്ന് പതിക്കും. ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയും. നമ്മുടെ ജീവിതം മാറും. അങ്ങനെ മാറത്തുള്ളൂ. അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷം വ്യാജമായിട്ട് പറയുന്ന ഒരാളായിട്ട് നമ്മൾ മാറും. ഇതിങ്ങനെയാ സത്യം. പ്രശ്നവും പ്രതിസന്ധി അവിടെ ഉണ്ട്. പക്ഷേ നമുക്കതിന് മുകളിൽ ആരുണ്ട്? ഉത്ഥാനം ചെയ്ത ഈശോ ഉണ്ട്. സ്വർഗം വാഗ്ദാനം തന്ന കർത്താവുണ്ട്. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ നിൽക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആ ഒരു ഉറപ്പിൽ, ആ ഒരു ബലത്തിൽ പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഈശോയെ എന്ന് വിളിച്ച്, ഈശോ ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ മഹത്വം വ്യാപരിക്കട്ടെ. ലോകത്തിന്റെ പല ദിക്കുകളിൽ ഇരുന്ന് കണ്ണുനീരോടെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ സമയം വലിയ ശക്തി അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തെ വിളിക്കുന്ന മക്കളിലേക്ക് വലിയ മഹത്വ സമയം നിറയട്ടെ. കുടുംബങ്ങളിലേക്ക്, സന്യാസ സഭാ സമൂഹങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. കുഞ്ഞുങ്ങളിലേക്ക്, യുവജനങ്ങളിലേക്ക്, രോഗികളായി, മാറാരോഗികളായി കട്ടിലിൽ കിടക്കുന്ന മക്കളിലേക്ക്, ആശുപത്രികളായിരിക്കുന്ന മക്കളിലേക്ക് ദൈവശക്തിയുടെ പ്രത്യാശ വ്യാപരിക്കാൻ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബിനോട് ചേർന്ന് ഈ വചനം പ്രിയപ്പെട്ടവരെ പറയുന്നത് ഒരു ശക്തിയാണ്. പറയാമോ? അച്ഛൻ പറഞ്ഞു തരാം, നിങ്ങൾ പറയാമോ? വലതുകരൊന്ന് ഉയർത്താവോ? ഇത് പറയുമ്പം വെറുതെ പറയരുത്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുടെ മുകളിൽ ഇത് എഴുതണം. ഒരു പ്രശ്നത്തെ നാണം കെടുത്തണം. ചേട്ടനെ നാണം കെടുത്തണം എന്നല്ല പറഞ്ഞത്. എൻ്റെ പ്രശ്നം ചേട്ടനച്ചാ അതല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ സ്ട്രഗിളുകൾ, അത് പിശാചാണ് കുരുക്ക് തരുന്നത്. നീ നഷ്ടപ്പെട്ടവളാണ്, നിനക്കിനി ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റത്തില്ല, നീ തോറ്റുപോയടി, നിന്നെ ഇത്രയും കാലം നീ ഇങ്ങനെ ജീവിച്ചിട്ട് എന്നാ കിട്ടിയിടാ എന്നൊക്കെ ചോദിക്കത്തില്ലേ? അതാരാ? അത് പിശാചാ, ലോകത്തിലൊരാളും അല്ല. അതുകൊണ്ട് അവനോട് നമ്മൾ ഈ ദൈവവചനം പറഞ്ഞ് അവനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരത്ത് നിന്ന് ഓടിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യ ശക്തി വചനത്തിലൂടെ ഈ സമയം കടന്നു വരും. നമുക്ക് ഒന്നിച്ചേറ്റ് പറയാം, എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഇരുമ്പ് നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ന്യായം നടത്തിത്തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ ഭക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. കരങ്ങൾ താത്തിക്കോ. പ്രിയപ്പെട്ടവരെ, ജോബ് എന്ത് ശക്തിയിലാണ് പറയുന്നത്. ഇത് പറയാൻ പറ്റുന്ന അന്തരീക്ഷത്തിലാണോ ജോബ് ആ സമയം? ചർമ്മം അഴുകി നിൽക്കുക, ദുർഗന്ധം വമിക്കുന്നുണ്ട്, എല്ലാവരും ഇട്ടച്ച് പോയി, സുഹൃത്തുക്കൾ വന്നവരിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് അയാൾ ഇങ്ങനെ എഴുന്നേറ്റിട്ട് പറയുന്നത്, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എളുപ്പമുള്ള കാര്യമല്ല ഇതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ വല്ലാതെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുമ്പം ഈശോ ജീവിക്കുന്നെന്ന് പറയാൻ തോന്നുവോ? അങ്ങനെ പറയാൻ പറ്റുന്നതാണ് വിശ്വാസിനി ദൈവത്തിൻ്റെ കൃപ എന്ന് നമ്മൾ അറിയണം. അങ്ങനെ പറയണമെങ്കിൽ മറ്റൊരു വെട്ടം നമുക്ക് വേണം. അതെന്ത് വെട്ടമാ? ടോർച്ചിൻ്റെ വെട്ടമല്ല. എന്ത് വെട്ടമാ അത്? അതിന് വിളിക്കുന്ന പേരാണ് നിത്യതയുടെ വെട്ടം വേണം. പറഞ്ഞേ, നിത്യതയുടെ വെട്ടം അടിക്കണം. പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഈശോ നമുക്ക് വാഗ്ദാനം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യത. പറഞ്ഞേ, ഈശോ നമുക്ക് വാഗ്ദാനം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യത. ഈശോ നമുക്ക് വാഗ്ദാനം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിത്യത. ഹല്ലേലൂയ. അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ? വിഷമാവോ? പറയോ ഉത്തരം? ഈ ഭൂമിയിൽ നമുക്കെല്ലാവർക്കും ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം പറയാമോ? നാളെ ചോറ് കിട്ടുമെന്നോ? നത്താഴ് ഇവിടെ ഇല്ലാന്ന്, അതാണോ? അല്ല, അതൊന്നും അല്ല. എന്താണത്? ഏറ്റവും ഉറപ്പുള്ള കാര്യം അത് മരണം. എന്നിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഒരു ചൂടില്ലാതെ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും കടന്നു പോകേണ്ട ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ധ്യാനം ഇല്ലാത്ത ആത്മീയ ജീവിതം കേടുള്ള ആത്മീയ ജീവിതമാണെന്നാണ് വിശുദ്ധന്മാർ പറയുന്നത്. മരണത്തെക്കുറിച്ച് നീ നാളെ മുതൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നല്ല അച്ഛൻ പറഞ്ഞത്. അതിനപ്പുറം എന്താ പറഞ്ഞതെന്നറിയാമോ? ഒരു മരണബോധം വേണം. നിത്യതയിലാണ് എൻ്റെ അവകാശം എന്നുള്ള തിരിച്ചറിവ് വേണം. അതുകൊണ്ട് ഇവിടെ ഓരോ കാര്യങ്ങളിൽ നമ്മൾ കുറ്റപ്പെടുത്തപ്പെടുമ്പോഴും ഇതൊക്കെ പോകും, പോട്ടെ എന്ന് പറയണം. ഇങ്ങനെ പോട്ടെ എന്ന് പറയണം. പോട്ടെ ഇങ്ങനെ എഴുതി തള്ളണം. നമ്മളെ ഇങ്ങനെ മാന്തി കീറുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും, പൊള്ളിക്കുന്ന സങ്കടങ്ങൾ വരുമ്പോഴും, അപമാനം അവഹേളനം നമ്മുടെ നേരെ വരുമ്പോഴും, ആരോപണ സ്വരങ്ങളാൽ കൂർത്ത മുള്ളുകൾ കൊണ്ട് തെറ്റിദ്ധാരണയുടെ ആ വല്ലാത്ത ഉലച്ചിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, സംശയാസ്പദമായ വിധത്തിൽ നമ്മുടെ സാന്നിധ്യത്തെ മറ്റുള്ളവർ കാണുമ്പോഴും ഒക്കെ പറയാൻ പറ്റണം, ഇല്ല ഇല്ല, എൻ്റെ കർത്താവ് എന്നെ തള്ളിക്കളയത്തില്ല, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അവൻ എന്നിൽ നിത്യത അനുഗ്രഹമായി നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു, ഞങ്ങൾ പരാജിതരായി കാണപ്പെടുകയില്ല, ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട്, പഴയതെല്ലാം ഓർത്തോർത്ത് വാർഷികം ആഘോഷിച്ച് ജൂബിലിയൊക്കെ ആഘോഷിച്ച് ഇങ്ങനെ ആയില്ലേ. അവളത് പറഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തുമാത്രം സങ്കടങ്ങളിലൂടെ പോകുന്നത് ഓർക്കുന്നില്ലേ? വന്ന് കയറി അന്ന് മുതൽ വീട്ടിൽ കേട്ട എന്തെങ്കിലും റെക്കോർഡ് ചെയ്തത് മായ്ച്ചിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിക്കേ, എന്തുമാത്രം റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറെ തൂത്ത് കളയുന്നേ, കുറെ തൂത്ത് കളഞ്ഞാൽ പകുതി അസുഖം പോകുന്നതാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത്. അച്ഛൻ പറഞ്ഞതല്ല, ഇങ്ങനെ സൂക്ഷിച്ച് 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 ഇല്ലാത്ത അസുഖമെല്ലാം ഉണ്ടാക്കുക. അവള് പറഞ്ഞതും അവൻ പറഞ്ഞതും പിന്നെ അയലോക്കംകാരൻ പറഞ്ഞതും എല്ലാമായിട്ട് നമ്മളിങ്ങനെ ഇല്ലാത്ത കനമായിട്ടിരിക്കുക. കുറേ കനം കളഞ്ഞാൽ നല്ലതല്ലേ? അതിനുവേണ്ടി കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമുക്കിവിടെ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് നിത്യതയാണ്, നിലനിൽക്കുന്നതാണ്. കർത്താവിൻ്റെ മനോഹരമായൊരു വചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ ഈ ശുശ്രൂഷയ്ക്ക് എന്താണ് പങ്കുവെക്കേണ്ടത് എന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പം കർത്താവ് തന്ന വചനം ഇതാണ്. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായത്തിൽ എൻ്റെ 36-ാമത്തെ വചനം. അതുകൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശു പറഞ്ഞു, പറഞ്ഞതല്ലേ പറയാൻ പാടുള്ളൂ. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. പറഞ്ഞേ, യേശു പറഞ്ഞു, യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല.
കൈതാത്തിക്കേ എന്ന് വെച്ചാൽ എന്നതാ ആ വാക്ക് മനസ്സിലാകാത്തവർ കാണും. കൊച്ചു പിള്ളേരുടെ കാര്യം അച്ഛൻ ഉദ്ദേശിച്ചത് കേട്ടോ. മൂത്തവർക്കൊക്കെ അറിയാം. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞെ എന്തോ അറിയാവോ? എന്താണത്? നമ്മൾ ഇവിടുത്തേത് അല്ല, ഈശോ ഇവിടുത്തേത് അല്ല. വീണ്ടും പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഇത് വളരെ വ്യക്തമായി ഈശോ തൻ്റെ മക്കളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെയാണ് പറയുന്നത്, ആ ഒരു ഐഡന്റിറ്റിയും കൂടി, മേൽവിലാസം ഓഫ് ജീസസ്, അത് നമ്മൾ എടുക്കണം. ക്രിസ്ത്യാനി ഈശോയുടെ മേൽവിലാസമല്ലേ നല്ലത്, അത് വഹിക്കുന്നതല്ലേ നല്ലത്. പിശാചിന്റെ മേൽവിലാസം വേണോ? ഈശോയുടെ മേൽവിലാസം. ഈശോ തന്ന മേൽവിലാസം അച്ഛൻ പറയട്ടെ, വചനത്തിൽ നിന്ന് പറയട്ടെ. നിങ്ങൾ ഒരിക്കൽ കൂടി വലതുകരം ഉയർത്തിക്കേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ വലതുകരം ഒടിഞ്ഞു പോകുമല്ലോ ഇന്ന്. വിഷമിക്കേണ്ട, കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി ഒടിഞ്ഞാലും നല്ലതാണ് എന്ന് ഓർക്കുക. ആ വചനം പറയുകയാണ്, കർത്താവ് പറഞ്ഞ വചനം എല്ലാവരോടും ഒന്നിച്ച് പറയുക. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ഒരിക്കൽ കൂടി, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. കൈതാത്തിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിനെ ഒന്ന് ആഴമായി നമ്മൾ എടുക്കണം. ഈ ഭൂമിയിൽ ആണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അച്ഛൻ കൊച്ചിൻ്റെ ഫീസിൻ്റെ കാര്യം എന്നാ പറയും? ഞങ്ങളുടെ വീട്ടിൽ അടയ്ക്കാനുള്ള ലോൺ അച്ഛൻ അടച്ചു തരുമോ? നാളെ അച്ഛനോട് ചില കാര്യങ്ങൾ വിളിച്ച് ചോദിക്കാനുണ്ട്, ഈ പൈസ അച്ഛൻ കൊടുത്തേക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും അല്ലേ? ചോദിക്കുന്നുണ്ടോ? ഇല്ല അച്ഛൻ, അങ്ങനെയൊന്നും ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കത്തില്ല, അച്ഛൻ പോയിട്ട് പറയാം അല്ലേ? പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു സത്യത്തെ ഓർമ്മിപ്പിക്കുമ്പം ഈശോ പറയുന്നത്, ഈ ഭൂമിയിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടെ ജീവിക്കണ്ട എന്നല്ല. ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും നമ്മളെ ഓരോരുത്തരെയും ഫലമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും മനോഹരമായി പൂർത്തീകരിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് കർത്താവ് നമുക്കായി ഭവനവും മക്കളെയും സഹോദരങ്ങളെയും വീടും കാറും സ്ഥലവും ഒക്കെ തന്നിരിക്കുന്നത്. അത് ഈശോ തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നിലനിൽക്കുന്നത് അല്ല. അതെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ പങ്കുചേർന്ന് നമ്മൾ അനുഗ്രഹത്തോടെ ജീവിച്ച് നമ്മുടെ ദൗത്യം, നിയോഗത്തെ ഓർത്ത് വിലയോടെ ജീവിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. അതിനെ മാത്രം നോക്കി നമ്മൾ നിന്നാൽ നമ്മൾ ഇവിടുത്തതായി പോകും. അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ ലോകത്തിൽ നിന്ന് ഒഴിവാക്കുമല്ല, നമ്മളെ നാളെ വിളിച്ചോണ്ട് പോകുന്നൊന്നും അല്ല അച്ഛൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കരുത്. ഈ അച്ഛൻ നാളെ കൊണ്ടുപോകുന്ന കാര്യം പറയുന്ന അല്ല. നിങ്ങൾക്കെല്ലാം 110 വയസ്സുണ്ടാവട്ടെ. അച്ഛനത് സന്തോഷമാണ്, അച്ഛനതിനെതിരല്ല. പക്ഷെ 110 ജീവിച്ചാൽ 110ന്റെ മേന്മ ഈ ഭൂമിയിൽ ഈശോയ്ക്കായി നീ കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആയുസ്സിന്റെ നീളമല്ല അനുഗ്രഹം എന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലെ വിശുദ്ധരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കുഞ്ഞു വിശുദ്ധരുണ്ട്, മുതിർന്ന വിശുദ്ധരുണ്ട്, 90 വിശുദ്ധരുണ്ട്, 9 വയസ്സ് വിശുദ്ധരായവരുണ്ട്. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ടത്? ആയുസ് എത്രയായാലും അത് അനുഗ്രഹത്തോടെ ജീവിക്കാൻ പറ്റുന്നതാണ് കൃപ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആയുസ്സിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. പക്ഷെ ആയുസ് മനോഹരമായി ജീവിക്കണം, ആയുസ് അനുഗ്രഹമായിട്ട് ജീവിക്കണം. അതിന് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. കർത്താവ് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് പിതാവിൻ്റെ സന്നിധിയിലാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടെ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് നമ്മളെ എടുക്കണമെന്ന് അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ജീവിക്കണം. പക്ഷെ ആർക്ക് വേണ്ടി, എപ്പം ജീവിക്കണം, എങ്ങനെ ജീവിക്കണം? ഈശോയുടേതായിട്ട്, ഈശോയുടെ മേൽവിലാസത്തിൽ ജീവിക്കണം. നമുക്ക് അപ്പൻ്റെ മേൽവിലാസം വേണം. അപ്പൻ്റെ മേൽവിലാസത്തിലാണെങ്കിൽ അപ്പൻ്റെ ശൈലി ജീവിക്കണം. അപ്പൻ്റെ ശൈലി എന്താ? അപ്പൻ്റെ ശൈലി സുവിശേഷത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൻ്റെ ശൈലിയെ നമ്മൾ കുറേയും കൂടി സുവിശേഷത്തിൽ നിന്ന് കണ്ടെത്തണം. അപ്പൻ പ്രാർത്ഥിച്ച ശൈലി, അപ്പൻ സ്നേഹിച്ച ശൈലി, അപ്പൻ പങ്കുവെച്ച ശൈലി, അപ്പൻ ആശീർവദിച്ച ശൈലി നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രാർത്ഥിച്ചത് എങ്ങനെയാ? പറയട്ടെ, കേൾക്കട്ടെ, അച്ഛന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഈശോ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു ആണോ? ഞാൻ നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങനെ അല്ല പ്രാർത്ഥിച്ചത്. അപ്പൻ്റെ ശൈലി ഓരോ കാര്യത്തിലും എടുത്തു നോക്കിക്കേ, ജീവിതം മാറും. അപ്പൻ്റെ ശൈലി എങ്ങനെയായിരുന്നു? ഈശോ വില കൊടുത്താ പ്രാർത്ഥിച്ചത്. ഈശോ ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചോ ഇല്ലയോ? ഞാൻ നിങ്ങൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കാരണം ഈശോയാ. ഈശോ ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചോ?
ഗെത്സമനിൽ ഈശോ എങ്ങനെയാ പ്രാർത്ഥിച്ചത്? ഈശോ ഉറങ്ങി വീണ് പ്രാർത്ഥിച്ചു, അങ്ങനെയാണോ? അല്ല, ഈശോ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു, ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ഈശോ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഈശോ വില കൊടുത്ത് പ്രാർത്ഥിച്ചു, ഈശോ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അച്ഛൻ ഇപ്പോഴും പാടുള്ള കാര്യമാണ്, ഏറ്റു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈശോ നിങ്ങൾക്ക് എളുപ്പമുള്ള കാര്യമായിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലേ, ഭയങ്കര എളുപ്പം. ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചു? അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പകലിന്റെ മുഴുവൻ ചൂടിൽ കർത്താവ് ഫാനില്ലാത്ത കാലത്ത്, ചൂടത്ത്, മൈക്കില്ലാത്ത കാലത്ത് 5000 ഊട്ടിയവൻ, 10,000 ഊട്ടിയവൻ, വലിയ കൺവെൻഷൻ പന്തലുകളിൽ ഒരുക്കുന്ന ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ ശുശ്രൂഷ ചെയ്ത ആ നാളിൽ പോലും ആ ചൂടിൻ്റെ ആ ശുശ്രൂഷയ്ക്ക് ശേഷം വിശ്രമിക്കാനുള്ള അവകാശം ഉണ്ടായിട്ടും അവൻ മലമുകളിലേക്ക് കയറി പിതാവിന്റെ സന്നിധിയിൽ നീണ്ട സമയം വില കൊടുത്ത് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ: അവൻ അക്കരയ്ക്ക് പോയി പ്രാർത്ഥിച്ചു, വിജനതയിലേക്ക് പോയി പ്രാർത്ഥിച്ചു, മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അപ്പൻ്റെ ഈ ശൈലി, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ, ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമ്മൾ വിശുദ്ധരാകും. അതാ ആഗ്രഹിക്കേണ്ടത്. ഈ ഭൂമിയെ വിട്ടുകളയാൻ അല്ല അച്ഛൻ പറഞ്ഞത്. ഈ ഭൂമിയെ നിത്യതയുമായിട്ട് കൂട്ടിക്കെട്ടണം. നമുക്കുള്ള സമയം, സാഹചര്യം എല്ലാം എന്തുമായിട്ട് കൂട്ടിക്കെട്ടണം? സ്വർഗത്തിൽ പോകേണ്ടതാണ്. അങ്ങനെ ഒരു ധൃതി വേണം. ഈശോ പറയുന്ന മനോഹരമായ, ഇതിനെ ഘടിപ്പിക്കുന്ന മറ്റൊരു വാക്കച്ചൻ പറയാം, ഒരു ധൃതി വേണം. ഈശോ എന്താ പറയുന്നത് അതിനെക്കുറിച്ച്? ഉണർവുള്ളവരായിരിക്കുവിൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് വിശുദ്ധര് പറയും, തീഷ്ണതയില്ലാത്ത ഭക്തൻ കുറെ കഴിയുമ്പോൾ മരവിച്ചു പോകും കേട്ടോ. അച്ഛൻ ചോദിക്കുകയാണ്, ഈ രാത്രിയിൽ തീഷ്ണത ഉണ്ടോ? കൊന്തയെല്ലാം തീഷ്ണതയുണ്ടോ? കൊന്ത പലവട്ടം കയ്യിൽ നിന്ന് വീണ് പോകാറില്ലേ? തീഷ്ണതയുള്ളതുണ്ടോ കേട്ടോ? കയ്യിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് വീണ് പോകുന്നത്. കൊന്തയൊക്കെ ഇങ്ങനെ തീഷ്ണതയുടെ ഒന്നാമത്തെ ലക്ഷണമാണ് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിലത്തുനിന്ന് കൊന്ത എടുക്കും. ആണോ? തീഷ്ണത ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും ഈശോയേ എന്ന് വിളിക്കാൻ മനസ്സിലാവുന്നുണ്ടോ? തീഷ്ണതയുടെ പര്യായപദം മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, തീഷ്ണതയുണ്ടെങ്കിൽ വിശുദ്ധരാകും. തീഷ്ണതയുണ്ടെങ്കിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രേരണ തന്നാൽ എഴുന്നേക്കാൻ ശ്രമിക്കും. തീഷ്ണത ഉണ്ടെങ്കിൽ കുർബാനയ്ക്ക് പോകാൻ തലേദിവസം ആഗ്രഹിച്ചു, അങ്ങനെ പോകണമെന്ന് വിചാരിച്ചു, അപ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, തീഷ്ണതയുണ്ട്, തീരുമാനിക്കുകയാണ്, മഴ പെയ്യുന്നുണ്ടെന്നാ തോന്നുന്ന, ഞാൻ പോകുന്നില്ല, തിരിഞ്ഞു കിടന്നു. അതിന് വിളിക്കുന്ന പേരാണ് തീഷ്ണത. മനസ്സിലായോ മക്കളെ? പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, മഴയുണ്ടെങ്കിലും തണുപ്പാണേലും ശരീരത്തിലേക്ക് ആ തണുപ്പ് ഇരച്ചു വരികയാണെങ്കിലും, ദൈവമേ നിന്നെ ആരാധിക്കുന്നതാണല്ലോ അനുഗ്രഹം എന്ന് കണ്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതാണ് കൃപ. നമുക്കൊക്കെ വളരെ പരിചയമുള്ള ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്ന് പറയുന്ന അനുഗ്രഹദായകനായ ഒരു ആത്മീയ ശുശ്രൂഷകൻ, അദ്ദേഹം കുർബാന അനുഭവത്തെക്കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ഈ അടുത്തൊക്കെ കേട്ടിരുന്നോ? അദ്ദേഹം ഒരു ദിവസം തന്നെ തിരക്ക് വല്ലാതെ ഇല്ലാത്തത് കൊണ്ട് 1, 2, 3, 4 കുർബാനയൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ മനുഷ്യര്. അച്ഛനെ ഈ അടുത്ത് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, അത് റോമായിലുള്ള സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഒരു കുർബാന ചെല്ലാൻ അവസരം കിട്ടി. ഇങ്ങനെ കുർബാന, നമ്മുടെ സീറോ മലബാർ കുർബാനയ്ക്കുള്ള വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ കാസയും പിലാസൊക്കെ എടുത്തുകൊണ്ട് ഓരോ അൽത്താരകളാണ് പലയിടത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന അൽത്താരയിലേക്ക് അച്ഛൻ്റെ കൂട്ടുകാരൻ അച്ഛനുമായിട്ട് ഇങ്ങനെ ഒന്നിച്ച് പോകുമ്പം ഒരു 4 സഹോദരിമാര് പെട്ടെന്ന് ഓടി വന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛന്മാരെ, കുർബാനയ്ക്ക് നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ, ഞങ്ങൾ മലയാളികളാണ്, നിങ്ങൾ മലയാളത്തിൽ കുർബാന ചെല്ലാൻ പോകുന്നത് കൊണ്ട് കുർബാനയ്ക്ക് ഞങ്ങളെ കൂടെ കൂട്ടാവോ? നല്ല കാര്യത്തിന് ആരെന്ത് ചോദിച്ചാൽ ഈശോയുടെ കുർബാന ഇങ്ങനെ കാത്തിരിക്കാൻ നമുക്കറിയാം. വാ, നിങ്ങൾ വരാൻ പറഞ്ഞു. അവരെയും അൽത്താരയ്ക്ക് അടുത്തേക്ക് 2-3 സിസ്റ്റർമാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു സമൂഹം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ വന്നപ്പോൾ അതിൻ്റെ സന്തോഷം, നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ വരാൻ പറഞ്ഞ് ഇവര് കുർബാനയിൽ ഇങ്ങനെ പങ്കുചേർന്ന സമയത്ത് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വചനം പറഞ്ഞ സമയത്ത് ഇവരിങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കുന്ന വലിയ ശ്രദ്ധയോടെയാ, വലിയ കണ്ണുനീരോടെയാ, ഇങ്ങനെ ദാഹത്തോടെയാ. ദൈവമേ, ഇത്രയും തീഷ്ണതയോ ഈ നാട്ടിൽ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് കുർബാന സ്വീകരണമായപ്പം
ഇങ്ങനെ അവർക്കടുത്തേക്ക് കുർബാന കൊടുക്കാൻ വേണ്ടി പോയപ്പം ഒരു പതുക്കെ ചോദിക്കുക, ഞങ്ങള് ഒരു കുർബാന സ്വീകരിച്ചതാ, ഒന്നുകൂടി സ്വീകരിക്കാവോ? അപ്പോഴാ കണ്ണു വിഴിച്ചത്. തൊട്ട് മുമ്പ് ഒരു കുർബാന കഴിഞ്ഞങ്ങോട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ദേ മലയാളി അച്ഛന്മാര് മലയാളം കുർബാന ചെല്ലാൻ പോകുന്നു. പിന്നാലെ കൂടിയേക്കുക ഈ പാവപ്പെട്ട കൊച്ചുങ്ങള്. എന്നിട്ട് പറയാ, അച്ഛാ കുർബാന മാത്രമേ ഉള്ളൂ ആശ്രയം. വീട്ടിൽ പോയിട്ട് 6 വർഷമായി, മക്കളുണ്ട്, പക്ഷെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. സങ്കടത്തിന്റെ അകത്താ. കുർബാന മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവർ, ഈ തീഷ്ണത, കുർബാന ബലമാവുന്ന തീഷ്ണത ആത്മാവിൽ കിട്ടിയാൽ നമ്മളെ നശിപ്പിക്കാൻ പിശാചിന് പറ്റുകയില്ല. കാരണം കുർബാന, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മളെ ഈശോ സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ കാണാൻ വേണ്ടിയോ കേട്ടോ, അല്ലാതെ ഇവിടെ നല്ല വീട്ടിൽ കാണാൻ വേണ്ടി മാത്രമല്ല. നല്ല വീട് പണിയുന്ന ഈശോയ്ക്ക് ഇഷ്ടമാണ്, നല്ല കാറിൽ പോകുന്ന ഈശോയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനേക്കാട്ടിൽ ഈശോയ്ക്ക് ഇഷ്ടം എന്താ? നിന്നെ സ്വർഗത്തിൽ കാണുന്ന. അതിന് നല്ല വീട് അപകടമാണെങ്കിൽ ഈശോ ചിലപ്പോൾ നല്ല വീട് തരത്തില്ല. നല്ല കാർ അപകടമാണെങ്കിൽ ഈശോ ചിലപ്പോൾ തരത്തില്ല. കുഞ്ഞ് അപകടമാണെങ്കിൽ ചിലപ്പോൾ തരത്തില്ല. നിന്നെ കുറിച്ചുള്ള മുഴുവൻ പദ്ധതി അറിയാതെ, സ്വപ്നം അറിയാതെ ഈശോയ്ക്ക. ആ കർത്താവ്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് തന്നതെല്ലാം നല്ലതാണെന്ന് ഏറ്റു പറയാൻ പറ്റുമോ? എൻ്റെ വിരുന്ന് മേശയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ എൻ്റെ അപ്പൻ യേശു വിളമ്പി വെച്ചതൊക്കെ അനുഗ്രഹമാണ്, നന്മയാണ്, അത് എനിക്ക് ചേരുന്നതാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അത് കണ്ണുനീരുള്ളതാണെങ്കിലും വേദനയുള്ളതാണെങ്കിലും അതിൽ 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 ആവർത്തിച്ചുള്ള ചില ദുഃഖങ്ങൾ വിളമ്പപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ഈശോ അത് തന്നതാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് നോ പറയാനില്ല എന്ന് പറഞ്ഞ് അതൊരു അവകാശം പോലെ എടുത്തുകൊണ്ട് പ്രത്യാശയുടെ മുമ്പോട്ട് പോകാൻ വിശ്വാസി നിനക്ക് പറ്റിയാൽ സ്വർഗത്തിൽ നിന്റെ പേര് ചെല്ലുമ്പോളെ എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറെ തപ്പി നടക്കേണ്ടി വരും. എൻ്റെ പേര് എവിടെയാ? അയ്യോ, വേറെ പല പേരിലായിരുന്നു ഈ ഭൂമിക്ക് കൂടെ നടപ്പ്. ഈശോ എന്താ പറഞ്ഞത്? ഈ ഭൂമിയിൽ എൻ്റെ നാമത്തെ മാനിച്ചവരെ, മഹത്വപ്പെടുത്തിയവരെ സ്വർഗത്തിൽ ഞാൻ മാനിക്കും. എന്നിട്ട് ഈശോ ഒരു കാര്യം കൂടെ പറഞ്ഞേ. ഈശോ വന്ന വാടെ സ്വീകരിച്ചിട്ട് എന്ത് പറയുന്ന പറഞ്ഞേ? ഹലോ കൊച്ചേ, വാടി വാടാ, ഇതാണ് പിതാവ്. ഈശോ പറഞ്ഞ കാര്യം കേട്ടോ, ഇതാണ് പിതാവ്, ഇതാണ് മാലാഖ, നിന്റെ കാവൽ മാലാഖ. നോക്ക്, ഇതാണ് അപ്പസ്തോലൻ പത്രോസ്, ഇതാണ് നിന്റെ പേരുകാരൻ യോഹന്നാൻ. ആരെ ഇതെല്ലാം പറഞ്ഞു തരാൻ പോന്നേ? ഈശോ പറഞ്ഞതാ, എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ, മാലാഖമാരുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ മാനിക്കും. മാനിക്കും. ആ മാനിക്കലാണ് പ്രിയപ്പെട്ടവരെ നിലനിൽക്കുന്ന മാനിക്കൽ. അതാർക്ക് കിട്ടി? പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടി, വിശുദ്ധ പത്രോസിന് കിട്ടി. എല്ലാം പേര് ചൊല്ലി വിളിച്ച എല്ലാ വിശുദ്ധരും, നമുക്കറിയാവുന്ന ആ വിശുദ്ധരുടെ എല്ലാം പേര് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ആ വിശുദ്ധർക്ക് എല്ലാം കിട്ടി. പേര് ചൊല്ലി വിളിക്കാത്ത മഹാ എണ്ണം നമ്പരുള്ള അനേക ശതം പ്രിയപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് കിട്ടി. ആ അവകാശത്തിലേക്ക് കാല് വെച്ച് നടക്കുന്നവരായി മാറേണ്ട നമുക്ക്. നമ്മളൊരു മാർച്ച് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ്. എങ്ങോട്ടേക്കാ മാർച്ച്? ആരെയും തല്ലാനും കൊല്ലാനും അല്ല നമ്മുടെ മാർച്ച്. എങ്ങോട്ടേക്കാ? സ്വർഗത്തിലേക്ക്. അതുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധ സഭയ്ക്ക് വിളിക്കുന്ന മനോഹരമായ പേരെന്താ അറിയാമോ? ഇറ്റ് ഈസ് പിൽഗ്രിം ചർച്ച്. എന്താണ്? തീർത്ഥാടക സഭ. പറഞ്ഞേ, ഈ തീർത്ഥാടക സഭ, തീർത്ഥാടക അമ്മ എങ്ങോട്ടേക്കാ നയിക്കുന്നേ? എങ്ങോട്ടേക്കാ? സ്വർഗത്തിലേക്ക്. അമ്മ നയിക്കുന്നത് സ്വർഗത്തിലേക്കാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയിൽ വിശ്വസിക്കുന്ന നമ്മൾ കൊച്ചു കാര്യങ്ങളിലൊന്നും പെട്ടുപോകരുത്. കുഞ്ഞു സങ്കടങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം കുരുങ്ങി പോകരുത്. വികാരിച്ചനോട് പിണങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി പോകാതിരിക്കരുത്. വികാരിച്ചൻ നല്ല നഷ്ടം എനിക്കാ. കുർബാനയ്ക്ക് ഒരു ഈണം ഇല്ലാന്ന് പറഞ്ഞ് കുർബാനയ്ക്ക് പോകാതിരിക്കരുത്. ഈണം അല്ല പ്രധാനപ്പെട്ടത്, ഈശോയാ പ്രധാനപ്പെട്ടത്. പ്രസംഗം നീണ്ടു പോകുന്ന പറഞ്ഞ് പള്ളി പോകാതിരിക്കരുത്. അതൊക്കെ അവസാനിക്കും. ഒരു മഴയ്ക്കൊക്കെ ഒരു അതിരില്ലേ അല്ലേ? ഞങ്ങൾ പ്രസംഗം പറഞ്ഞ് ഇത്ര നീണ്ടു പോയാൽ എപ്പോഴേലും ഞങ്ങൾ മടുത്തു കഴിയുമ്പോൾ നിർത്തും കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഒന്നും പേരിൽ നിങ്ങൾ പള്ളിപ്പോക്ക് അവസാനിപ്പിക്കരുത്. കാരണം അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാ ഈശോ. അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാ കുർബാനയുടെ അനുഗ്രഹം. അത് വിട്ട് കളയല്ലേ. അത് നമ്മൾ എവിടേക്ക് എത്തിക്കും? കുർബാന തരുമ്പം
സിറ മലബാർ കുർബാനയില് എന്ത് പറഞ്ഞോട്ടെ തരുന്നേ? ഇത് ഈശോയുടെ ശരീരമാണ്, ഇത് നിത്യജീവന്റെ അപ്പമാണ്, ഇത് നിനക്ക് നിത്യജീവനും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നോക്കിക്കേ, ഇത് നിത്യജീവനും പാപമോചനത്തിനും. അപ്പൊ അതിരാവിലെ പോകുന്ന നഷ്ടമാണോ? അതിരാവിലെ കിടന്നുറങ്ങിയാൽ എന്താ കിട്ടുന്നത്? ഇത്തിരി കൂടെ ക്ഷീണം. പഠനം അതാ പറയുന്നത്, രാവിലെ കൂടുതൽ ഉറങ്ങിയാൽ കിട്ടുന്നത് കൂടുതൽ ക്ഷീണം എന്നാണ് ആധുനിക പഠനം മൊത്തം. കേട്ടോ, പഠനം മൊത്തം നമുക്കെതിരാ ചേട്ടാ. 8 മണിക്ക് എഴുന്നേക്കുന്ന 9 മണിക്ക് എഴുന്നേക്കുന്ന നമുക്കെതിരാണ് പഠനങ്ങൾ. പക്ഷെ അതിരാവിലെ എഴുന്നേറ്റ് പള്ളി പോകുന്നവർക്ക് പഠനം അവരുടെ കൂടെയാ. അതുകൊണ്ട് എന്തെടുക്കുന്ന നല്ലത്? എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നത് അനുഗ്രഹമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ബോധപൂർവം ചില തീരുമാനങ്ങൾ ഈശോയ്ക്കൊപ്പം നിൽക്കാൻ നമുക്കിനി വേണം. കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ഇനി കുരുങ്ങരുത്. കാരണം നമുക്ക് മുമ്പിൽ കൃത്യമായ ഒരു ലക്ഷ്യസ്ഥലം ഈശോ ഒരുക്കി തന്നു. അതെന്താണ്? സ്വർഗം. നീ എത്തേണ്ട സ്ഥലം സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ച് എന്നെയും നിങ്ങളെയും തേടി എന്തൊക്കെയോ രോഗങ്ങളൊക്കെ വരും. ഞാനിവിടെ നിൽക്കുന്നത് പോലെ ഇപ്പം അല്പം പൊള്ളലോടെയാണ്. എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ താമസിക്കുന്ന വല്യച്ഛൻ, ഞാൻ ഇങ്ങോട്ട് വരുമ്പം അച്ഛൻ ആശുപത്രിയിലാണ്. ആശുപത്രിയിലേക്ക് അച്ഛൻ എത്തപ്പെട്ടത് സാധാരണ ക്ഷീണം അല്പം കൂടിപ്പോയി എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഡോക്ടർമാർ എന്തൊക്കെയോ ഒക്കെ പരിശോധിച്ചിട്ട് അവരിങ്ങനെ എന്നോട് സംശയം പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് സംശയമുണ്ട്. വർഷങ്ങളായിട്ട് പരിശുദ്ധ അമ്മ മാതാവിനോടുള്ള വലിയ ഭക്തിയിൽ എല്ലാ ദിവസം 15 ജപമാല ഇല്ലെന്ന് അച്ഛനാ കേട്ടോ. 15 ജപമാല എവരി ഡേ. അച്ഛൻ 1 2 3 അത് കഴിയുമ്പം സമയം പോയി, ഒത്തിരി തിരക്ക് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഈ പാവപ്പെട്ട വല്യച്ഛൻ ഒരു ദിവസം എൻ്റെയും കൂടെ കുറവ് ക്ഷീണം തീർത്തിട്ട് 15 ജപമാല ചൊല്ലി വർഷങ്ങൾ ദൈവത്തെ അതുപോലെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ അമ്മ അതുപോലെ കോർത്ത് കെട്ടിപ്പിടിച്ച് ഇന്നോളം എനിക്കെല്ലാം അമ്മയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട അച്ഛൻ. പക്ഷെ ഡോക്ടർമാർ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടത്തിയിട്ട് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ, അവിടേക്ക് ഇവിടേക്ക് എന്തൊക്കെയോ സ്പ്രെഡായതുപോലെ, മലിഗ്നൻ ക്യാൻസർ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. പാവപ്പെട്ട അച്ഛനോട് ഇത് പറയാൻ മേല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞു, ഇത് ഒന്ന് അടുത്തൊരു പരിശോധനയ്ക്ക് RCCയിലേക്ക് അത് അയച്ചിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട്. എൻ്റെ കൂടെ താമസിക്കുന്ന 5 പേരിൽ ഒരാളാണ്. അത് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, ഈ കാലം അത്രയും കർത്താവിനെ കോർത്തുകെട്ടി സ്നേഹിച്ചതുകൊണ്ട്, പരിശുദ്ധ ജപമാലയിൽ മുറുകെ പിടിച്ചൊരു അച്ഛനായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആകുലതയില്ല. കാരണം അച്ഛൻ അറിയാം അച്ഛന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൂടാരം ഏതാണെന്ന്. ക്യാൻസർ എന്ന് കേട്ടാൽ മരവിച്ച് പോത്തില്ല. ക്രിസ്ത്യാനി എൻ്റെയും നിങ്ങളുടെ നേരെ എനിക്കിത് ഓർമ്മയാണ്. കാരണം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, കഴിഞ്ഞ നോമ്പ് കാലത്ത് എരുമേലി ഫൊറോന പള്ളിയിൽ നിന്ന് അച്ഛനൊരു ഫോൺ കോൾ വന്നു. അച്ഛാ ഞങ്ങളുടെ പള്ളിയിലെ ധ്യാനം അച്ഛൻ ഈ വർഷം എടുക്കാവോ? ധ്യാനത്തിന് തലയാഴ്ച വിളിച്ചു ചോദിക്കുക. ഞാൻ ചോദിച്ചു, ഈ ഫൊറോന പള്ളിയിൽ ഒരാഴ്ച മുമ്പാണോ ധ്യാനം ബുക്ക് ചെയ്യേണ്ടത്? നമ്മൾ ബുക്ക് ചെയ്യുന്ന അവർക്കറിയാം, ധ്യാന ഗുരുക്കന്മാരെ അല്പം മുമ്പേ ബുക്ക് ചെയ്യും. എന്നിട്ട് ഒരാഴ്ച മുമ്പ് ഒരു പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക ധ്യാനം, ആ വലിയ നോമ്പ് കാലത്ത് നടക്കേണ്ട വാർഷിക ധ്യാനം ഒരാഴ്ച മുമ്പ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയച്ചാ ഒരാഴ്ച മുമ്പ്? അപ്പൊ അച്ഛൻ പറയാണ്, പോളച്ചാ ബുക്ക് ചെയ്തിരുന്ന അച്ഛൻ, എനിക്കറിയാവുന്ന വ്യക്തിപരമായിട്ട് അറിയാവുന്ന അച്ഛനാ, ബുക്ക് ചെയ്തിരുന്ന അച്ഛൻ വരുമെന്നെല്ലാം പറഞ്ഞിരുന്നതാ. പക്ഷെ പെട്ടെന്നൊരു സ്ട്രോക്ക് ഉണ്ടായി. ആ സ്ട്രോക്കിൽ അച്ഛന് അക്ഷരങ്ങൾ തിരിയുന്നില്ല. ആരൊക്കെ എവിടെയൊക്കെ ബുക്ക് ചെയ്തെന്ന് പോലും അച്ഛന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ സഹോദരൻ ഡയറി നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, അതെ ഇങ്ങനെ അച്ഛൻ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അച്ഛന് വരാൻ പറ്റുമെന്ന് തോന്നില്ല എന്ന്. പ്രിയപ്പെട്ടവർ, ആ സമയത്ത് ഞാൻ പോയി ധ്യാനം നടത്തി. പക്ഷെ ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഒരു ചിന്ത പോയി, നാളെ ഒരു ഫോൺ കോള് വേറെ ഒരാൾക്ക് കിട്ടും. ഞങ്ങളുടെ പള്ളിയിൽ ഒരു കക്ഷി ധ്യാനത്തിന് വരാമെന്ന് പറഞ്ഞായിരുന്നു, വരുന്നില്ലാന്ന്. എന്ത് പറ്റി? എന്തോ പറ്റി, സ്ട്രോക്ക് എന്തൊക്കെയോ.
ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന എന്താ? ഇതൊന്നും കേട്ട് ആകുലപ്പെടേണ്ടവര് അല്ല നമ്മൾ. ഇത് ഞാനും നിങ്ങൾ കടന്നു പോകേണ്ട ജീവിതമാണ്. പക്ഷേ നമ്മൾ കാൽ ഉറപ്പിക്കേണ്ടത് എവിടെയാ? നമ്മുടെ കർത്താവിൻ്റെ ചങ്കിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. എപ്പോൾ വേണേലും ജീവിതം വഴിമാറാമെന്ന് ജീവിതം ഒത്തിരി കണ്ട നിങ്ങൾക്കറിയാമല്ലോ. കണ്ണിൽ കണ്ടുകൊണ്ട് നിന്നവരെ കാണുന്നില്ല എന്ന് പറയുമ്പം സങ്കടപ്പെടരുതെന്ന് ജീവിതം നമ്മളെ ഒത്തിരി പഠിപ്പിച്ചോ ഇല്ലയോ? പഠിപ്പിച്ചു. അപ്പോൾ ആരിൽ ആശ്രയിക്കണം? എൻ്റെ ഈശോ. ഇവിടെ ജോർജ് ചേട്ടൻ ഇരിപ്പുണ്ട്. അച്ഛന് ജോർജ് ചേട്ടനെ വർഷങ്ങളായിട്ട് അറിയാം. വർഷങ്ങളായിട്ടല്ല കേട്ടോ, കഴിഞ്ഞ വർഷം പരിചയപ്പെട്ടത്. പക്ഷെ ജോർജ് ചേട്ടൻ ഒരു അത്ഭുതം. ജോർജ് ചേട്ടൻ അത്ഭുതമായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ജോർജ് ചേട്ടൻ ക്യാൻസർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ജോർജ് ചേട്ടനും പിടിച്ചു ക്യാൻസർ. അതങ്ങനെയാ, അങ്ങനെയൊക്കെ വരും. അതും ചെറിയ സ്റ്റേജിലല്ല. എത്രാമത്തെ സ്റ്റേജ്? 4th സ്റ്റേജ്. 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേജാണ്. പിന്നെ ഡോക്ടർമാർ പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ചികിത്സയ്ക്കൊന്നും ഇനി സാധ്യതയില്ലാത്തത് കൊണ്ട് കൊന്തയെല്ലാം അറിയാവുന്നൊക്കെ ചോദിക്കും. കൊന്ത മുറുകെ പിടിക്കേ, നന്നായിട്ട് കരുണക്കൊന്ത ചെല്ല്. എല്ലാവരും ഇങ്ങനെ വട്ടം നിന്നിട്ട് എന്ത് പറഞ്ഞു കൊടുക്കും? ഈശോ, മറിയം, ഔസേപ്പേ. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവം ചില ജീവിതങ്ങളെ ഇങ്ങനെ പെറുക്കിയെടുക്കും. എന്തിനു വേണ്ടിയെന്നറിയാമോ? എന്തിനു വേണ്ടിയാ? അവൻ മരണത്തിൻ്റെ നാഥനാണെന്ന്, ഉടയവനാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ ചില ജീവിതങ്ങൾ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് പറയും, ഇല്ല, നിന്നെ എനിക്ക് കുറച്ച് കാലം കൂടെ വേണം, പക്ഷെ ഞാൻ നിന്നെ ഒരു കാര്യം കാണിക്കുകയാണ്. എന്താണിത്? മരണം ഞാൻ നിന്നെ കാണിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ്, പക്ഷെ ഞാൻ മരണത്തിൻ്റെ നാഥനാടാ, മരണത്തിൻ്റെ ഉടയവനാ ഞാൻ. അതെന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. മരണത്തിൻ്റെ ഉടയവൻ ജീവിക്കുന്നു. ഒരു മരണത്തിനെ തോപ്പിക്കാൻ പറ്റത്തില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല ശക്തിയോടെ ഏത് ജീവിതത്തിന്റെ സങ്കടത്തിന്റെയും സംഘർഷത്തിന്റെയും ഏത് വിപത്ത് സാധ്യതകളുടെയും മുമ്പിൽ ചങ്കൂറ്റത്തോടെ ക്രിസ്ത്യാനി മുമ്പോട്ട് പോകാൻ കുറെ ജീവിതങ്ങളെ കർത്താവ് പെറുക്കിയെടുക്കും. അതുകൊണ്ട് ഈ ജോർജ് ചേട്ടനെ അങ്ങനെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ തൽക്കാലം വിടുന്ന ഒരു വചനം. അദ്ദേഹം ഇങ്ങനെ ഈ ഭീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വചനം വന്നിട്ട് അയാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നേരെ സ്വരമായിട്ട് പറയുകയാണ്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടന്നു പോകുന്നതെങ്കിലും കർത്താവായ യേശു നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ ഭയപ്പെടേണ്ട എന്നൊരു സ്വരം ആര് കേട്ടു? ഈ ജോർജ് ചേട്ടൻ കേട്ടു. ഭാര്യ മിനിക്ക് ഇത് കേൾവി കിട്ടിയില്ലാത്തത് കൊണ്ട് ഈ 4 സ്റ്റേജിലെത്തിയിരിക്കുന്ന ആളുടെ ഈ അവസ്ഥയോർത്ത് ഇവളിങ്ങനെ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങിയപ്പം ഡോക്ടറിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പം ഈ മിനി വിങ്ങിപ്പൊട്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞു നിൽക്കുമ്പം ജോർജ് ചേട്ടൻ സ്വരം കേട്ടത് കൊണ്ട്, അതാണ് നേരത്തെ പറഞ്ഞ എസ്തഫാനോസ് കണ്ട ദർശനമില്ലേ, അതുപോലെ ജോർജ് ചേട്ടൻ ഒരു സ്വരം കേട്ടത് കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടറെ, എന്തിനാണ് ഇവൾ കരയുന്നത്? ഇവളോട് പറ. എന്ത് പറ? മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നതെങ്കിലും എൻ്റെ യേശു കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഭയപ്പെടുകയല്ലെന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വിശ്വാസിയായ ഡോക്ടർ പറഞ്ഞു, അത് 23-ാം സങ്കീർത്തനമാണ്. അത് 23-ാം സങ്കീർത്തനമാണ്. അത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിവാ. എന്താണ് തിരിച്ചറിവ്? ജീവിതത്തിൽ ഒന്നിനും നമ്മളെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. പരാജയം വരും, സങ്കടങ്ങൾ വരും, പ്രിയപ്പെട്ടവർ ഇട്ടേച്ചു പോകും, പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ അരികിൽ ഇല്ലാത്തതുപോലത്തെ അനുഭവങ്ങൾ വരും. വല്ലാതെ ഒറ്റപ്പെടലിൽ മരണത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ എനിക്ക് അത് കൂട്ടുപോലും ഇല്ലല്ലോ എന്നുള്ള ആശങ്ക വരും. ഈ മാറാരോഗം എന്ന് മാറുമെന്നുള്ള ആശങ്ക വരും. ജീവിതത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ക്ലേശങ്ങളും മനക്ലേശങ്ങളും മനോഭാരങ്ങളും സാമ്പത്തിക ബാധ്യതകളും ഒക്കെ വരും. പക്ഷെ ഓർക്കണം നീ ഈശോ ഉണ്ട്. ആരുണ്ട്? അവൻ എന്നെ മാർച്ച് ചെയ്യിപ്പിക്കുന്ന എങ്ങോട്ടേക്കാ? സ്വർഗത്തിലേക്കാ. അതുകൊണ്ട് ഇവിടെ ഇടറിപ്പോകരുത്. ഇവിടെ നമ്മൾ ഈ സമയത്ത് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും നിവർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? എന്തിലാ നീ കിടന്ന് സങ്കടപ്പെടുന്നത്? ആ ഒരു കാര്യത്തെ ഈശോയുടെ പാദത്തിലൊന്ന് സമർപ്പിക്കുക. ഏത് കാര്യത്തിലാണ് അത് ഈ സമയം ഒരു വിടുതലായിട്ട് മാറാൻ വേണ്ടി പോവാം. എന്താണ് വിടുതൽ? എൻ്റെ ഈശോയുടെ കരങ്ങളിൽ ഞാനത് കൊടുക്കുന്നതാണ് വിടുതൽ, സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛനൊരു കാര്യം ബോധ്യമുണ്ട്.
നിങ്ങൾ കുറേ സങ്കടങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ ചില സങ്കടങ്ങൾക്കൊരു ഒരു വാക്ക് തിരിച്ചു പറയാൻ പോലും പറ്റാത്ത എത്രയോ സങ്കടങ്ങളാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. നമുക്ക് അവർക്കൊപ്പം കരഞ്ഞാലോ കൂട്ടക്കരച്ചിൽ നടത്തിയാലോ എന്ന് തോന്നും ഇവർ സങ്കടം പറയുമ്പം. പിന്നെ അതങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച് മാത്രമാണ് നമ്മളിങ്ങനെ പിടിച്ചു നിന്നിട്ട് പൊക്കോ. അപ്പോൾ അവർ നമ്മളെ തോട്ടിയിട്ട് പറയും കുറച്ചുകൂടെ പറയാനുണ്ട്, അച്ഛൻ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുക. അതാ ചിലരുടെയൊക്കെ അവസ്ഥ. എന്ന് വെച്ചാൽ അച്ഛൻ പറഞ്ഞെന്താണെന്ന് തിരിഞ്ഞോ, ഇവിടുത്തെ എല്ലാ പ്രശ്നമൊന്നും നമുക്കൊരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റുന്നതിന് മുകളിലുള്ള സങ്കടങ്ങളും പ്രശ്നങ്ങളും ആർക്കുണ്ട്? നമ്മൾ പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമുക്കതിന് മുകളിൽ എന്തുണ്ട്? ഈശോ ഉണ്ട്. പറ, എൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ ഈശോ ഉണ്ടെന്ന് പറയാമോ? എൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ, എൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ, എൻ്റെ പ്രശ്നങ്ങൾക്ക് മുകളിൽ സ്വർഗം ഉണ്ടെന്നൂടെ പറഞ്ഞേ. എൻ്റെ പ്രശ്നം സ്വർഗം എന്തുകൊണ്ടായിരിക്കും ഈശോ മുകളിലോട്ട് കാണിച്ചത്? സ്വർഗം ഇങ്ങനെ മുകളിലേക്ക്, പ്രശ്നങ്ങൾക്ക് മുകളിൽ, നിന്റെ സങ്കടങ്ങൾക്ക് മുകളിൽ, പ്രതിസന്ധികൾക്ക് മുകളിൽ, നിനക്ക് മുകളിൽ, നിന്നെ ഭീതിപ്പെടുത്തുന്ന കാരണങ്ങൾക്ക് മുമ്പിൽ, അതിന് മുകളിൽ ആര് നിൽക്കുന്നു? ദേ ഈശോ നിൽക്കുന്നു, സ്വർഗം നിൽക്കുന്നു. എന്തുകൊണ്ട് എസ്തഫാനോസിന് ശാന്തനാകാൻ പറ്റിയത്? അയാളുടെ നേരെ ചീറിയെടുത്ത മനുഷ്യര് അവർ വല്ലാത്ത ശക്തിയുള്ളവരാണ്, അവർ വല്ലാത്ത വലിപ്പമുള്ളവരാണ്, അവർ വല്ലാതെ ഭീതിപ്പെടുത്തുന്നവരാണ്. പക്ഷേ അയാള് അവരെ നോക്കാതെ ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് കണ്ടു? മുകളിൽ. ആരെ കണ്ടു? എങ്ങനെ കണ്ടുന്നാ പ്രിയപ്പെട്ട? എങ്ങനെ കണ്ടു എന്നറിയാവോ? എങ്ങനെ കണ്ടു എന്നാ പറയുന്നത്? വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റു പറയുന്നത് പിതാവിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കും ഈശോ എന്നാണെങ്കിൽ, ഇവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: പിതാവിന്റെ വലതുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തുവിനെ കണ്ടു. ആരെ കണ്ടു? പിതാവിന്റെ വലതുവശത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ക്രിസ്തു. ദേ കൈ നീട്ടി നിൽക്കുക. നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് റിലേ മത്സരം നടത്തി പരാജയപ്പെട്ടവരല്ലേ? ഓർക്കുന്നില്ല? തോറ്റതൊന്നും ഓർക്കത്തില്ല അല്ലേ? റിലേ ഓർക്കുന്നുണ്ടോ? റിലേ അറിയത്തില്ലേ? സ്കൂള് പഠിച്ചിട്ടില്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റിലേ മത്സരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താ, ഒരു കയ്യിലൊരു സാധനമായിട്ടല്ലേ പോകുന്നത്? എന്താണ്? ബാറ്റൺ. കേട്ടോ, സ്റ്റാൻഡേർഡ് വാക്ക് ബാറ്റൺ. സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു കമ്പെന്നൊക്കെ പറഞ്ഞോ. എന്താണത്? ബാറ്റൺ. കേട്ടോ, ഈ ബാറ്റനുമായിട്ട് ഒരു ഒറ്റ ഓട്ടം ഓടുമ്പം ഒറ്റ ഓട്ടം ഓടിയാൽ മതി വെച്ചേട്ടാ? അല്ല, ശ്രദ്ധ വേണം. എന്താണ് ശ്രദ്ധ? ഇതാണ്, ഈ കമ്പ് താഴെ പോകാതെ നോക്കണം. ബാറ്റൺ സ്റ്റാൻഡേർഡ്. ഈ ബാറ്റൺ താഴെ പോകാതെ വേണം ഓടാൻ. അതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നന്നായി ഓടി, ബാറ്റൺ പോയി എന്നല്ല. ഞാൻ നന്നായി ഓടി, വിശ്വാസം കാത്തു. പറഞ്ഞേ, ഞാൻ നന്നായി ഓടി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. വിശ്വാസം കാത്തൂന്ന്. കേട്ടോ, ഈ ബാറ്റന്റെ പേരെന്താ? അപ്പം വിശ്വാസം കാത്തോടിയപ്പം നോക്കിക്കേ, ഈ ബാറ്റനുമായിട്ട് ഓടിയിട്ടുള്ളവർക്ക് അറിയാം. ബാറ്റനുമായിട്ട് ഓടുമ്പോൾ അടുത്ത സ്റ്റേജിൽ നിൽക്കുന്നവർ എങ്ങനെ നിൽക്കുന്നത്? ഹലോ എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ? അല്ല, അവര് നിൽക്കുന്നത് ഒരുമാതിരി പെടച്ചിലാണ്. അവരിങ്ങനെ കണ്ടിട്ടില്ല, ഇതിന്റെ അപ്പുറത്തോട്ട് തിരിയാൻ മേല. അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ നിൽക്കുന്നത് എങ്ങോട്ടാ? ഒരു കണ്ണ് ലക്ഷ്യസ്ഥാനത്തേക്ക്. ആണോ? ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് വെക്കേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നത് കേട്ടോ. ഡാൻസിന്റെ സ്റ്റെപ്പ് അല്ല, ഇതെന്തിന്റെ സ്റ്റെപ്പാ? നിത്യജീവന്റെ സ്റ്റെപ്പ് എങ്ങനെയാ? ഒരു കണ്ണ് സ്വർഗത്തിലേക്ക്, വേറൊരു കണ്ണ് വിശ്വാസത്തിലേക്ക്. അതെങ്ങനെയാ? ഇതിങ്ങനെ കൈ പിടച്ചോണ്ടിരിക്കുക കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല? കൈ പിടച്ചോണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? ഇത് മേടിച്ചിട്ട് വേണം ഓടാൻ. അപ്പൊ ഒരു കണ്ണ് അങ്ങോട്ട്, ഒരു കണ്ണ് ഇങ്ങോട്ട്. ഒരു കൈ വിറയ്ക്കുന്നു, വേറൊരു കൈ പേടിച്ച് വിറയ്ക്കുന്നു അല്ലേ? ഒരു പരിഭ്രാന്തിയിലാണ് ഈ ഓട്ടം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നോക്കിക്കേ, ഇവിടെ ബാറ്റൺ പൂർത്തിയാക്കി മടങ്ങുന്ന ഒരാളെ ലാസ്റ്റ് ലാപ്പിൽ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്നത് സ്റ്റാൻഡേർഡ് ഉള്ള ഓട്ടക്കാരൻ. ആരാ? അത് യേശുവാ. നിൽക്കുന്ന നിപ്പുണ്ടോ? എഴുന്നേറ്റ് വാടാ, ഞാനുണ്ട് ഇവിടെ. ഇതാണ് ക്രിസ്ത്യാനിയുടെ ഉറപ്പ്. ഈ ഉറപ്പുണ്ടായാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കും നമ്മളെ യാതൊന്നിലും നമ്മളെ കുഴിച്ചു മൂടാൻ പറ്റത്തില്ല. സങ്കടം വരും, ക്ലേശം വരും, ദാരിദ്ര്യം വരും, വാടക വീട് വരും, പണിതീരാത്ത വീട് വരും, കൊച്ചു കല്യാണം കഴിക്കാതെ നോക്കി നിൽക്കും. പക്ഷെ ദൈവം ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്, കർത്താവ് നടത്തും, കർത്താവ് വഴി നടത്തും, കർത്താവ് പരിപാലിക്കും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ തന്നെ അത് നടക്കും. കാരണം എന്താ? ഈശോയിൽ ആശ്രയം വെച്ച ഒരാൾ പോലും നിരാശപ്പെട്ടിട്ടില്ല. നമ്മൾ എത്രയും നേരം മാതാവെ പ്രാർത്ഥിക്കുന്നത് എന്താ? നിന്നിൽ ആശ്രയം വെച്ച ഒരാളെ പോലും നീ ഉപേക്ഷിച്ചിട്ട് ആശ്രയം വെക്കണം, എന്നാലേ ഉപേക്ഷിക്കാതിരിക്കത്തുള്ളൂ. ആശ്രയം വെച്ച ഒരാളെ പോലും
അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് ഇന്നോളം നിരാശരായിട്ടുള്ള ആരുണ്ട്? സങ്കീർത്തന അനുഭവത്തിൽ എന്ന് പറയാ, ദൈവത്തിൽ ആശ്രയം വെച്ചിട്ട് അള്ളിപ്പിടിച്ചിട്ട് പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലായ്മ അനുഭവിക്കുന്നവരുണ്ടോ? ദൈവത്തിൽ ആശ്രയം വെച്ചവരെ ദൈവം പോറ്റും. പ്രിയപ്പെട്ടവരെ, അത് പട്ടിണിയാണെങ്കിൽ പട്ടിണിയിലും ദൈവം പോറ്റുന്ന വഴി കാണാൻ പറ്റും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, എനിക്കറിയാവുന്ന 2-3 സഹോദരങ്ങൾ വാഗമണ്ണില് അവർ കർത്താവിനെ മാത്രം പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. 20 വർഷമായിട്ട് ഈ സഹോദരങ്ങൾ ഇങ്ങനെ അവിടെ ദൈവപരിപാലനയിൽ ആശ്രയം വെച്ച് അവർ ത്യാഗത്തോടെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വില കൊടുത്ത് ജീവിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിപാലനം മാത്രം. കാട്ടിലാണ് താമസിക്കുന്നത്, പോറ്റാൻ ദൈവം മാത്രം. അപ്പം ഞാൻ അന്ന് അവരുടെ സ്ഥലത്ത് അവരെ കാണാൻ വേണ്ടി പോയ ദിവസം ഇങ്ങനെ ഒരു കാര്യം അവരോട് ചോദിച്ചു. ദൈവപരിപാലനം ഇതുപോലെ കൂട് വിരിച്ച് നിങ്ങളെ സംരക്ഷിച്ച കഥകളെല്ലാം നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഒരു കൊച്ചു കാര്യം ചോദിച്ചോട്ടെ, ഈ ദൈവപരിപാലനയിൽ എല്ലാ ദിവസവും ദൈവം പരിപാലിച്ചു, ഒരു ദിവസം പോലും ഭക്ഷണം കിട്ടാതെ നിങ്ങൾ ഇരുന്നിട്ടില്ല എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പം അവർ മനോഹരമായൊരു ഉത്തരം പറഞ്ഞു. അതെന്നെ വല്ലാതെ ബലം നൽകിയൊരു കാര്യമായിരുന്നു. അവർ പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛാ, അത് ദർശനം മാറിക്കിട്ടണം കേട്ടോ, ദർശനം മാറിക്കിട്ടണം, ചിന്തകൾ മാറണം. ഞങ്ങൾ 3-4 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. എത്ര ദിവസം? 3-4 ദിവസം. പക്ഷേ അത് പരിപാലനയുടെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ എണ്ണിയിട്ടുള്ളത് അച്ഛാ. കാരണം 5-ാമത്തെ ദിവസം ഞങ്ങൾക്കൊരു മനോഹരമായ വിരുന്നുണ്ട്. 5-ാമത്തെ ദിവസത്തിന് വിരുന്നിന് വേണ്ടി 4 ദിവസം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ ഒരുക്കിയതാണ്. 4 ദിവസത്തെ പട്ടിണി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഞെരുക്കങ്ങൾ എന്നെ കർത്താവിങ്കിലേക്ക് ഉയർത്തി. ഇത് ഞെരുക്കം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിങ്ങനെ മോശമായില്ലായിരുന്നു, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. എനിക്ക് ഈ കാലിന് വേദന ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ കർത്താവിങ്കിലേക്ക് നോക്കത്തില്ലായിരുന്നു. എനിക്ക് നടുവേദന ഇല്ലായിരുന്നു, ഞാൻ കൊന്തേരി പഠിക്കത്തില്ലായിരുന്നു. നമുക്ക് അദ്ദേഹം വിശുദ്ധരെ കിട്ടിയത് അങ്ങനെയൊക്കെയാ. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള എങ്ങനെയാ വിശുദ്ധനായത് അറിയാവോ നിങ്ങൾക്ക്? അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തപ്പം അദ്ദേഹത്തിന് യുദ്ധത്തിൻ്റെ ഇടയിൽ കാല് അപകടത്തിൽ പറ്റൂ, മുടന്തു വന്നു. അപ്പം എന്തായി? അയാള് വിശുദ്ധനായി. മുടന്തു വന്നവൻ വിശുദ്ധനാവുന്നാണോ? അല്ല, അയാൾ ആശുപത്രി കിടന്ന് നിരാശയുടെ നാളുകളിൽ ഏതോ ഒരു പാവപ്പെട്ട നേഴ്സ് കൊണ്ടുപോയി കുറേ പുസ്തകങ്ങൾ വെച്ച് കൊടുത്തു. അതിലൊരു പുസ്തകം ബൈബിളായിരുന്നു. ആ ബൈബിളിൽ ഒരു വാക്ക് അയാളെ വല്ലാതെ വന്ന് തൊട്ടു: നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് പോയാൽ എന്ത് പ്രയോജനം? ഇത് അയാളുടെ ആത്മാവിനെ തട്ടിയതിന്റെ കാരണം എന്താ? കാല് തട്ടി വീണു. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, കാല് തട്ടി നോക്കണ്ട. കാല് തട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ മാറണമെന്നില്ല. ആരോടെ തട്ടണം? വചനം തട്ടണം, കർത്താവിനെ തട്ടണം. നമ്മൾ ഒരു നിമിഷം എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ. ദൈവസാന്നിധ്യം നമ്മളെ തട്ടട്ടെ. നമുക്കിവിടെ നിലനിൽക്കുന്ന ഭവനങ്ങളില്ല. എൻ്റെ രാജ്യം ഐഹികമല്ല. നമ്മുടെ മേൽ ദൈവം ഒരു അനുഗ്രഹം തരാൻ കാത്തു നിൽക്കും. അതെ, ആ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കാണേണ്ടത് എൻ്റെ മേൽ സ്വർഗം തരുന്ന സ്വർഗത്തിൻ്റെ കൃപയാ, വിശുദ്ധിയാ. നിത്യം നിലനിൽക്കുന്ന കർത്താവിനെ ഞാൻ ഏറ്റവും വിലമതിക്കുന്ന സ്നേഹത്തോടെ നോക്കാൻ പറ്റട്ടെ. പ്രിയപ്പെട്ട, ഇന്ന് എൻ്റെ ദൈവം എന്നെ വിളിച്ചാൽ ഐ നീഡ് ടു ഫേസ് മൈ ജീസസ്. എൻ്റെ കർത്താവിനെ ഞാൻ വ്യക്തിപരമായിട്ട് കാണണം. ചേട്ടായി ആയിട്ടല്ല, ചേച്ചിയായിട്ടല്ല, മക്കളുമായിട്ടല്ല, ഒറ്റയ്ക്ക് കാണണം. ആ ചിന്ത വേണം നമുക്ക്. ഐ നീഡ് ടു ഫേസ് മൈ ജീസസ് എലോൺ, സോ എലോൺ. വല്ലാതെ ഒറ്റയ്ക്ക് നീ കാണണം നിന്റെ കർത്താവിനെ. അങ്ങനെ ഒറ്റയ്ക്ക് കാണേണ്ട ഒരു ശ്രദ്ധ എൻ്റെ ദൈവമേ എനിക്കില്ലല്ലോ എന്ന് ഒന്ന് ആത്മാവിനോട് പറഞ്ഞേ. അങ്ങനെ ഒറ്റയ്ക്ക് എൻ്റെ ദൈവത്തെ കാണേണ്ട ഒരാളാണ് ഞാൻ. ഒറ്റയ്ക്ക് കാണണം ഞാൻ യേശുവിനെ. ഒറ്റയ്ക്ക് കാണാൻ തക്ക വിധമുള്ള ഒരു ആത്മീയ ഒരുക്കം അറ്റ് എനി മൊമെന്റ് ഓഫ് ലൈഫ്. പ്രിയപ്പെട്ട, ഏത് നിമിഷമാണെങ്കിലും എൻ്റെ കർത്താവിനെ ഒറ്റയ്ക്ക് കാണാനുള്ള ഒരുക്കത്തോടെ കർത്താവെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചേ, ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റേ, പ്രിയപ്പെട്ടവർ, എല്ലാവരും എഴുന്നേറ്റേ. കർത്താവിന്റെ വലിയ മഹത്വം വ്യാപരിക്കട്ടെ. സ്വർഗത്തിന്റെ കൃപ, സ്വർഗത്തിന്റെ മഹത്വം, സ്വർഗത്തിന്റെ സാന്നിധ്യം, സ്വർഗത്തിന്റെ ശക്തി ഈ സമയം വ്യാപരിക്കട്ടെ. നിത്യതയുടെ വെട്ടം, നിത്യതയുടെ ചൈതന്യം, നിത്യതയുടെ അനുഗ്രഹം, അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവേ, ഞങ്ങളെ ഈ ലോകത്തിൽ കെട്ടിപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. ഞങ്ങൾക്കിവിടെ നിലനിൽക്കുന്ന നഗരങ്ങളിൽ നിന്നുള്ള തിരിച്ചറിവ് കർത്താവേ, ഉന്നതത്തിലേക്ക് സ്വർഗത്തിലേക്ക് കണ്ണു നോക്കി ജീവിക്കാൻ അപ്പാ യേശുവേ സഹായിക്കണേ യേശുവേ, സഹായിക്കണേ യേശുവേ, സഹായിക്കണേ ഈശോയെ, സഹായിക്കണേ
സഹായിക്കണം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്. ജോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്. മരണ ജോർദാൻ കടക്കുമ്പോഴും അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട. മരണത്തെ ജയിച്ചേശു കൂടെയുണ്ട്. മരണത്തെ ജയിച്ചേശു കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. ആമേൻ. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. കരങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ അതായിരിക്കുന്ന മുഴുവൻ അവസ്ഥയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധനായവൻ നമ്മളെ ചേർത്ത് പിടിക്കട്ടെ. നമ്മളൊരിക്കലും നമ്മുടെ കർത്താവ് ഇവിടെ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ കരം കോർത്ത് പിടിച്ച് എന്നെ സ്വർഗീയ ജെറുസലേമിൽ എത്തിക്കുന്നുള്ള വലിയ ഉറപ്പിൻ്റെ പ്രത്യാശ ആത്മാവിൽ അനുഭവിച്ച് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മ മേരി എത്രത്തോളം കർത്താവിനെ മരണത്തിന് നിഴൽ വീണ വഴിയിലും വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കാൻ കർത്താവ് പ്രിയപ്പെട്ട മക്കൾക്ക് കൃപ തരട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സാമീപ്യം നമ്മളെ തൊടട്ടെ. പരിശുദ്ധ അമ്മ അനുഭവിച്ച അനുഗ്രഹം, അമ്മ അനുഭവിച്ച വഴികളിലെ എല്ലാ കൃപകളും മക്കൾക്ക് സമാനമായി അമ്മ വിളമ്പി തരട്ടെ. തിരുക്കുമാരൻ ഈശോയെ മരണത്തിന് നിഴൽ വീണ വഴികളിലും പൂർണ്ണമായി വിശ്വസിച്ച് മുറുകെ പിടിച്ച കർത്താവിൻ്റെ അമ്മ നമുക്ക് വലിയ മാതൃകയാണ്. മടിത്തട്ടിലേക്ക് ചേതനയേറ്റ ഈശോമിശിഹായുടെ തിരുശരീരം വയ്ക്കപ്പെടുമ്പോഴും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നുള്ള ദൈവദൂതൻ്റെ വാഗ്ദാനത്തെ വിശ്വസിച്ചുകൊണ്ട് മറിയം കുരിശിൻ്റെ ചുവട്ടിൽ യഥാർത്ഥ വിശ്വാസിനിയായി കാത്തുനിന്നതാണ് രക്ഷണീയ ചരിത്രത്തിലെ അവളുടെ ജീവിതത്തിൻ്റെ നന്മ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അമ്മയുടെ ബലമുള്ള വിശുദ്ധ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ നിത്യതയെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഒന്നിച്ചേറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് വീഴ്ചയുള്ള അമ്മേ ആമേൻ. നമുക്കൊന്ന് ശാന്തമായിട്ടിരിക്കാം.